സമരഭരിതമായ ഒരുപാട് ഓർമ്മകൾ പേറുന്ന ഒരു പ്രദേശമാണ് ഈ സമ്മേളനം നടക്കുന്ന മയ്യനാട്. നവോത്ഥാന പ്രസ്ഥാനത്തിൻ്റെ ചരിത്രത്തിലും ഈ നാടിൻ്റെ അടയാളപ്പെടുത്തലുണ്ടായിട്ടുണ്ട്. സി വി കുഞ്ഞിരാമനും സി കേശവനും പോലെ ജനകീയ മാധ്യമ പ്രവർത്തനത്തിൽ മാത്രമല്ല, സമൂഹത്തെ മാറ്റിത്തീർക്കാൻ വേണ്ടിയുള്ള ഇടപെടലുകളിൽ ശ്രീനാരായണ ഗുരുസ്വാമി അയ്യങ്കാളിയും ചട്ടമ്പി സ്വാമികളും നവോത്ഥാന നായകരും എല്ലാം മുന്നോട്ട് വെച്ച ആശയങ്ങളെ പ്രാവർത്തികമാക്കാൻ നടന്ന ഇടപെടലുകളിൽ വലിയ സംഭാവന നൽകിയവരാണ് ഈ പ്രദേശത്ത് ജനിച്ച് വളർന്ന് ഉയർന്നവർ. വഴി നടക്കാനുള്ള സ്വാതന്ത്ര്യത്തിന് വേണ്ടി പാലിയത്ത് നടന്നൊരു പോരാട്ടമുണ്ട്. അത് എറണാകുളം ജില്ലയിലല്ലേ, ചേന്ദമംഗലത്തല്ലേ എന്ന് ചിന്തിക്കാം. അവിടെ നടന്ന സമരത്തെ ഒരു ഘട്ടം ഉദ്ഘാടനം ചെയ്ത് സി കേശവനാണ്. ആ സമരം വഴി നടക്കാനുള്ള സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള സമരം അയ്യങ്കാളിയുടെ പ്രസ്ഥാനവും അന്നത്തെ SNDP യോഗവും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും ചേർന്നാണ് മുന്നോട്ട് കൊണ്ടുപോയത്. ആ സമരത്തിലെ ഒരു രക്തസാക്ഷി കമ്മ്യൂണിസ്റ്റുകാരനായിട്ടുള്ള AG വേലായുധനാണ്. അതുപോലെ നവോത്ഥാന പ്രസ്ഥാനത്തിലൂടെ മുന്നോട്ട് വന്ന് കമ്മ്യൂണിസ്റ്റുകാരനായി മാറി കമ്മ്യൂണിസ്റ്റ് പാർട്ടി സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ച വേലുക്കുട്ടി അരയൻ്റെ നാടുകൂടിയാണ് ഈ ജില്ല. ആലുവയിൽ സംഘടിപ്പിക്കപ്പെട്ട സർവമത സമ്മേളനത്തിൻ്റെ ശതാബ്ദി, അത് യൂറോപ്പിൻ്റെ ഹൃദയഭാഗത്ത് ഫ്രാൻസിസ് മാർപ്പാപ്പ പങ്കെടുത്തുകൊണ്ട്, ഫ്രാൻസിസ് മാർപ്പാപ്പ മറ്റ് മാർപ്പാപ്പകളിൽ നിന്നെല്ലാം വലിയ വ്യത്യസ്തനാണ്, അതിലേക്ക് ഞാൻ കടക്കുന്നില്ല. അദ്ദേഹം ശ്രീനാരായണ സന്ദേശത്തിൻ്റെ പ്രാധാന്യം എടുത്തു പറഞ്ഞതും നമ്മുടെ ഈ സമ്മേളനം നടക്കുന്നതിന് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ്. അതേസമയം ഈ നവോത്ഥാന മുന്നേറ്റങ്ങളുടെ മൂല്യങ്ങളിൽ നിന്നുള്ള ദൗർഭാഗ്യകരമായ ചില വ്യതിചലനങ്ങളും അവിടെയും ഇവിടെയും നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ മയ്യനാട്ട് വെച്ച് പാർട്ടിയുടെ ജില്ലാ സമ്മേളനം നടക്കുന്ന ഈ ഘട്ടത്തിൽ ഈ ചിന്തകളെല്ലാം നമ്മുടെ മനസ്സിലൂടെ വരുന്നത് സ്വാഭാവികമാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി സമ്മേളനത്തിൻ്റെ പ്രാധാന്യവും നേരത്തെ ഇവിടെ സൂചിപ്പിക്കപ്പെട്ടു. നമ്മുടെ മാധ്യമങ്ങൾ പലതും ജനാധിപത്യ പാർട്ടി എന്ന വിശേഷണം ചാർത്തിക്കൊടുത്തിട്ടുള്ള കുറേ പാർട്ടികൾ നമ്മുടെ നാട്ടിലുണ്ട്. ആ പാർട്ടികൾ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്? ഇപ്പോൾ CPIM-ൻ്റെ 24-ാം പാർട്ടി കോൺഗ്രസിൻ്റെ ഭാഗമായിട്ടുള്ള സമ്മേളനങ്ങൾ നടക്കുന്നതിനിടയിൽ ചില സ്ഥലങ്ങളിൽ ഒറ്റപ്പെട്ട കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ യഥാർത്ഥ രാഷ്ട്രീയ സംഘടനാ സ്വഭാവത്തിന് നിരക്കാത്ത ചില ചെറിയ വ്യതിചലനങ്ങൾ ഉണ്ടാകുമ്പോൾ അത് മഹാസംഭവമെന്ന മട്ടിൽ അവതരിപ്പിക്കുന്ന മാധ്യമങ്ങൾ, അത് അവരുടെ ഉത്തരവാദിത്വവും ജോലിയുമാണ്. അതിൽ ഞാൻ അവരുമായിട്ട് പിണങ്ങുന്നില്ല. പക്ഷെ എപ്പോഴെങ്കിലും ചർച്ച ചെയ്യാറുണ്ടോ? ഇപ്പം RSSും BJPയും ഉയർത്തുന്ന ഭീഷണിക്കെതിരായിട്ട് വർഗീയ ഇതര രാഷ്ട്രീയ പാർട്ടികളുടെ വലിയൊരു വേദി രാജ്യത്ത് വളർത്തിയെടുക്കപ്പെട്ടിട്ടുണ്ട്. അത് മുന്നോട്ട് കൊണ്ടുപോകണം എന്ന ആശയമാണ് CPIM ഈ സമ്മേളന കാലങ്ങളിൽ രേഖ തയ്യാറാക്കി അവതരിപ്പിക്കുന്ന ഒരു സമ്പ്രദായമുണ്ട്. കേന്ദ്ര കമ്മിറ്റി തയ്യാറാക്കുന്ന രേഖയിൽ കരട് രേഖ ചർച്ചയ്ക്ക് വരാൻ പോവുകയാണ്. അപ്പോൾ ഇന്നത്തെ ഇന്ത്യൻ സാഹചര്യത്തിൽ അങ്ങനെ ഒരു വലിയ വിശാല വേദി വേണം. ആ വിശാല വേദിയിൽ പ്രധാനപ്പെട്ട പങ്കുവഹിക്കേണ്ട പല പാർട്ടികളും ആ പാർട്ടികളിൽ ആഭ്യന്തര ജനാധിപത്യം നിലനിർത്താൻ ശ്രമിക്കുന്നുണ്ടോ? ആ പാർട്ടിയുടെ കാഴ്ചപ്പാടിൽ സജീവമാക്കാൻ അതിനുള്ളിൽ ജനാധിപത്യം സാധ്യമാക്കുന്നുണ്ടോ? ഇപ്പോൾ ഇന്ത്യയിലെ
ഏറ്റവും പഴക്കം ചെന്ന പാർട്ടിയാണല്ലോ 1885 സ്ഥാപിക്കപ്പെട്ട ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. അതിൽ വിവിധ തലങ്ങളിൽ കമ്മിറ്റികളെയും നേതൃത്വത്തെയും തിരഞ്ഞെടുക്കാൻ വേണ്ടി, വിവിധ തലങ്ങളിൽ തിരഞ്ഞെടുക്കാൻ വേണ്ടി ഒരു ബൃഹത്തായ പ്രവർത്തനം നടന്നത് എത്ര വർഷം മുമ്പാണ്? ആലോചിക്കുന്നുണ്ടോ നമ്മളാരെങ്കിലും? നമുക്ക് ആലോചിക്കാൻ അവസരം കിടക്കുക. ഇതിന് ചർച്ചാ വിഷയമാക്കുന്നില്ല മാധ്യമങ്ങൾ. 1991 കോൺഗ്രസിനുള്ളിൽ താഴെത്തട്ട് മുതൽ സമ്മേളനം നടന്നത്. AICC യോഗം ചേർന്ന് ചില തെരഞ്ഞെടുപ്പ് പ്രഹസനമെന്ന് ഞാൻ പറയുന്നില്ല, അതൊക്കെ നടക്കുന്നത് നമ്മുടെ ഇടയ്ക്ക് അപൂർവ സന്ദർഭങ്ങൾ കാണാറുണ്ട്. CPIM-നെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയിലാണ് ഈ പ്രസ്ഥാനവും പാർട്ടിയും. എന്നിരുന്നാൽ പോലും ഇതിന് ചില സാർവദേശീയ ബന്ധങ്ങളുണ്ട്. കാരണം ഇന്ത്യയുടെ തന്നെ പാരമ്പര്യ കാഴ്ചപ്പാടിലെ ഒരാശയം വസുധൈവ കുടുംബകമെന്നാണ്. ലോകം ഒരു കുടുംബമാണെന്നാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി കരുതുന്നത് നമ്മുടെ നാട്ടിൽ മാറ്റമുണ്ടാവണം, നമ്മുടെ രാജ്യത്ത് മാറ്റമുണ്ടാവണം, നാം ജീവിക്കുന്ന ലോകത്തും മാറ്റമുണ്ടാവണം. ഇതെല്ലാം തമ്മിൽ പരസ്പര ബന്ധങ്ങളുണ്ട്. അപ്പം അതുകൊണ്ട് അനീതി നിലനിൽക്കുന്ന ലോകത്തെ നീതിപൂർവകമായ ഒരു ലോകമാക്കി മാറ്റാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ സംഘടിതമായി നടന്നു തുടങ്ങിയിട്ട് 1.25 നൂറ്റാണ്ടിലധികമായി. യഥാർത്ഥത്തിൽ 1847 അന്ന് മുതലുള്ള ചരിത്രമൊന്നും പറയാൻ ഞാൻ ഒരുമ്പെടുകയാണ്, നിങ്ങൾ ഭയപ്പെടേണ്ട. പക്ഷെ അന്ന് മുതൽ സമൂഹത്തിൽ എങ്ങനെ അസമത്വങ്ങൾ നിലനിൽക്കുകയും വളരുകയും ചെയ്യുന്നു, ഇതിന് അന്ത്യം കുറിക്കാൻ എങ്ങനെ ജനങ്ങൾ കൂട്ടായി പ്രവർത്തിക്കണം എന്ന ചർച്ച നടന്നിട്ടുണ്ട്. അത് സംബന്ധിച്ചൊരു കാഴ്ചപ്പാട് ശാസ്ത്രീയമായി ആവിഷ്കരിച്ച് അവതരിപ്പിച്ചിട്ടുണ്ട് 1848 കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ. കമ്മ്യൂണിസ്റ്റുകാരുടെ അടിസ്ഥാന രേഖ അതാണ്. അത് തയ്യാറാക്കിയ കാറൽ മാർക്സും എംഗൽസും തന്നെ പറഞ്ഞു, ഈ രേഖയെ കാലോചിതമായി വികസിപ്പിക്കേണ്ടതുണ്ട് എന്ന്. അതിൻ്റെ ശ്രമങ്ങൾ ലോകത്തിൻ്റെ നാനാഭാഗത്ത് നടക്കുന്നു. ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റുകാരും ആ കാഴ്ചപ്പാടോടുകൂടി ഇന്ത്യൻ സമൂഹത്തെ, ഇന്ന് ഈ സമൂഹം നേരിടുന്ന സാമൂഹ്യ വിരുദ്ധവും മനുഷ്യത്വ വിരുദ്ധവുമായ പ്രവണതകൾ കഴുകിക്കളഞ്ഞ് എല്ലാ മനുഷ്യർക്കും സമത്വത്തിൽ ജീവിക്കാൻ കഴിയുന്ന ഒരു സമൂഹമായി ഇന്ത്യൻ സമൂഹത്തെ പരിവർത്തിപ്പിക്കാൻ ഇന്ത്യയിലെ തൊഴിലാളികളും കർഷകരും കർഷക തൊഴിലാളികളും മഹിളകളും യുവാക്കളും വിദ്യാർത്ഥികളും ഏതു തരത്തിൽ സംഘടിക്കണം, ഏത് കാഴ്ചപ്പാടോടുകൂടി മുന്നോട്ട് പോകണം, അത് ചർച്ച ചെയ്യാൻ വേണ്ടിയാണ് 3 വർഷത്തിലൊരിക്കൽ കൃത്യമായി ഈ പാർട്ടിയിലുള്ള മുഴുവൻ അംഗങ്ങളെയും ചർച്ചയിൽ പങ്കെടുപ്പിച്ചുകൊണ്ട് സമ്മേളനങ്ങൾ നടക്കുന്നത്. ഈ പാർട്ടിയെക്കുറിച്ച് മനസ്സിലാക്കിയിട്ടില്ലാത്ത ഒരു നിമിഷത്തെ പാർട്ടിയിലെ എല്ലാ അംഗങ്ങളെയും പങ്കെടുപ്പിച്ചുകൊണ്ട് എങ്ങനെ ചർച്ച നടത്തുക? എല്ലാ അംഗങ്ങളെയും പങ്കെടുപ്പിച്ചുകൊണ്ട് 2 ഘട്ടങ്ങളായി ചർച്ച നടക്കുന്നുണ്ട്. ഒന്നിപ്പോൾ ഈ നടക്കുന്ന പാർട്ടി സമ്മേളനങ്ങൾ, എല്ലാ പാർട്ടി അംഗങ്ങളും ഏതെങ്കിലും ഒരു പാർട്ടി ഘടകത്തിൽ അംഗമാണ്, ബ്രാഞ്ച് മുതൽ കേന്ദ്ര കമ്മിറ്റി വരെ. ഈ കമ്മിറ്റികൾ കൂടി ചർച്ച ചെയ്യുന്നുണ്ട്. അതാണ് ഇപ്പോൾ നടന്നു വരുന്നത്. ബ്രാഞ്ച് മുതൽ തുടങ്ങി കൊല്ലം ജില്ലയിലെ, അതിപ്പം ജില്ലാ സെക്രട്ടറി അതിൻ്റെ വിവരങ്ങളെല്ലാം പറയും. ഈ ജില്ലയിൽ എത്ര ബ്രാഞ്ചുകളുണ്ട്, ആ സമ്മേളനങ്ങൾ എങ്ങനെ നടന്നു. ആ സമ്മേളനങ്ങൾ എങ്ങനെ നടന്നു എന്ന് പറയുമ്പോൾ ഒരു ഏരിയയിൽ സമ്മേളനം ഇപ്പം നിർത്തിവെച്ചിരിക്കുകയാണ്. അതുകൊണ്ട് അപ്പോൾ അതോ എന്ന് ചിലർ ചോദിക്കും. പക്ഷേ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ചരിത്രം മനസ്സിലാക്കിയിട്ടുള്ളവർക്ക് അതോ എന്നുള്ളതിനെക്കുറിച്ച് ആ ചോദ്യത്തിൻ്റെ മുമ്പിൽ യാതൊരു വിഷമവും യാതൊരു പതർച്ചയും ഉണ്ടാവില്ല. കാര്യം ഈ പ്രസ്ഥാനത്തിൻ്റെതായ വ്യക്തമായ ചിട്ടയും ക്രമവുമുണ്ട് പ്രവർത്തനത്തിൽ. ആ ചിട്ടയും ക്രമവും അറിഞ്ഞ് പ്രവർത്തിക്കാത്ത സ്ഥലങ്ങളിൽ ആ ചിട്ടയും ക്രമവും ഉണ്ടാക്കാൻ പാർട്ടി ഇടപെടും.
ചിട്ടയും ക്രമവും കൂടാതുള്ള വ്യതിചലനങ്ങൾ ഇതാദ്യമായിട്ട് സംഭവിക്കുന്നതാണോ? അല്ല. മാർക്സും എംഗൽസും ഇന്റർനാഷണൽ വർക്കിംഗ് മെൻസ് അസോസിയേഷൻ എന്ന് പറയുന്ന സംഘടന രൂപവൽക്കരിച്ച് പ്രവർത്തിക്കുമ്പോൾ അതിൻ്റെ ചരിത്രം പഠിച്ചിട്ടുള്ളവരും പഠിപ്പിച്ചിട്ടുള്ളവരും ഒക്കെ വിളിച്ചിട്ടുണ്ട്, അവർക്കറിയാം. അതിൽ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അന്നത്തെ റഷ്യക്കാരനായ വലിയൊരു വിപ്ലവകാരി മിഖായിൽ ബക്കുനിൻ, അദ്ദേഹം ഇന്റർനാഷണൽ വർക്കിംഗ് മെൻസ് അസോസിയേഷനിൽ രാഷ്ട്രീയമായും സംഘടനാപരമായും തെറ്റായ ചില നിലപാടുകൾ എടുത്തു. ആ സംഘടന പൊതുവിൽ സ്വീകരിക്കുന്ന സമീപനത്തിന് വിരുദ്ധമായ സമീപനം എടുത്തു. അതിലൊരു കാര്യം ഇവിടെ പറയുന്നത് വളരെ പ്രസക്തമാണ്. അദ്ദേഹം എടുത്ത തെറ്റായ ഒരു നിലപാടെന്താ? ഈ സംഘടനയിൽ മതവിശ്വാസികൾക്ക് അംഗങ്ങളാകാൻ അനുവാദം കൊടുത്തുകൂടാ എന്ന് പറഞ്ഞു ബക്കുനിൻ. വേറെയും വിഷയങ്ങളുണ്ട്. അപ്പോൾ മാർക്സും എംഗൽസും എടുത്ത സമീപനം എന്താണ്? തൊഴിലാളികൾക്കും സാധാരണക്കാർക്കും സമത്വപൂർണമായൊരു ജീവിതം ഉണ്ടാവണമെന്ന ലക്ഷ്യത്തോടുകൂടി തൊഴിലാളികളുടെ അവകാശങ്ങൾക്ക് വേണ്ടി പൊരുതുന്ന നമ്മുടെ സംഘടനയിൽ പ്രവർത്തിക്കാൻ തയ്യാറായിട്ട് വരുന്നവർ, അവർ മതവിശ്വാസികളാണെങ്കിലും അവരെ തടയണ്ട, അവരെ സംഘടനയിലേക്ക് കൊണ്ടുവരണം, അവർക്ക് പ്രവർത്തിക്കാൻ അവസരം കൊടുക്കണം, സാമൂഹ്യ മാറ്റത്തിന് വേണ്ടിയുള്ള പോരാട്ടത്തിൽ പങ്കെടുക്കാൻ അവർക്ക് അവസരം കൊടുക്കണം. ഇതാണ് മാർക്സും എംഗൽസും പറഞ്ഞത്. നമ്മുടെ ചില ആളുകൾ ഇപ്പോൾ അത് വേണ്ട പോലെ മനസ്സിലാക്കാത്ത പ്രശ്നവുമുണ്ട്. മതവിരുദ്ധമായ പ്രസ്ഥാനമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്നുള്ള തെറ്റായ പ്രചരണം നടക്കുന്നതിന് ഇതിനെക്കുറിച്ച് വേണ്ട പോലെ മനസ്സിലാക്കാത്ത ചില ആളുകളുടെ സംസാരങ്ങളും രീതികളും കൂടി വഴിവെച്ചിട്ടുണ്ട്. അപ്പോൾ ബക്കുനിൻ്റെ പേര് നടപടിയെടുത്തു. ഇങ്ങനെയുള്ള പലതും വിഷയം അതിലേക്ക് ഒതുങ്ങാൻ പാടില്ല എന്നുള്ളത് കൊണ്ട് ഇങ്ങനെയുള്ള പല ചരിത്രവും കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ ചരിത്രത്തിലുണ്ട്. കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ രൂപീകരണത്തിന് നേതൃത്വം കൊടുത്ത ആദ്യത്തെ ഘടകത്തിൽ അംഗങ്ങളായിരുന്ന 4 പേർ, പി കൃഷ്ണപിള്ള സെക്രട്ടറി, സഖ VMS, സഖ കെ ദാമോദരൻ, സഖ NC ശേഖർ, ഇവരാണ് ഈ 4 പേര് ചേർന്നിട്ടാണ് കേരളത്തിലെ പാർട്ടി സംഘടനയ്ക്ക് അടിത്തറ പാകിയത്. അതിൽ ഒരാളിൻ്റെ പേരിൽ പിന്നീട് നടപടിയെടുക്കേണ്ടി വന്നു. അത് ചരിത്രത്തിൻ്റെ ഭാഗമാണ്. അപ്പം ഇങ്ങനെ പലതും മറ്റ് പാർട്ടികളിൽ നിന്ന് വ്യത്യസ്തമായി സുവ്യക്തമായ സംഘടനാ നിലപാടുകളും രാഷ്ട്രീയ നിലപാടുകളും കമ്മ്യൂണിസ്റ്റ് പാർട്ടി അംഗങ്ങൾ എങ്ങനെ പെരുമാറണം എന്ന കാഴ്ചപ്പാടുമുണ്ട്. അപ്പോൾ ഈ പ്രക്രിയ വിവിധ തലങ്ങളിലെ സമ്മേളനങ്ങൾ പാർട്ടിയുടെ രാഷ്ട്രീയ നയങ്ങളെക്കുറിച്ചും പാർട്ടി നടത്തുന്ന സംഘടനാ പ്രവർത്തനങ്ങളിലുള്ള ഗുണദോഷങ്ങളെക്കുറിച്ചും ചർച്ച ചെയ്യും. കമ്മിറ്റികളെ തിരഞ്ഞെടുക്കും, ഉപരിസമ്മേളനത്തിലേക്ക് പ്രതിനിധികളെ തിരഞ്ഞെടുക്കും. ഇതാണ് ഒരു ചർച്ച. 2 ചർച്ചയുണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ. പാർട്ടിയുടെ കേന്ദ്ര കമ്മിറ്റി സാധാരണ രാഷ്ട്രീയ പ്രമേയം, കരട് രാഷ്ട്രീയ പ്രമേയം തയ്യാറാക്കി എല്ലാ പാർട്ടി ഘടകങ്ങളിലും ചർച്ച ചെയ്യാൻ വേണ്ടി നൽകുന്ന സമ്പ്രദായമുണ്ട്. ഇത്തവണ ആ ഒരു രേഖയ്ക്ക് പുറമെ മറ്റൊരു രേഖ കൂടി പാർട്ടിയിലുടനീളം ചർച്ച ചെയ്യാൻ പോവുകയാണ്. അത് പാർട്ടി നടപ്പാക്കിയ രാഷ്ട്രീയ അടവ് നയസമീപനം സംബന്ധിച്ച അവലോകന രേഖയാണ്. CPIM രൂപവൽക്കരിക്കപ്പെട്ടതിന് ശേഷം ആദ്യമായാണ് ഇത്തരം ഒരു രേഖയുടെ ചർച്ച പാർട്ടിയിലുടനീളം നടത്തുന്നത്. ആ രേഖയ്ക്ക് കേന്ദ്ര കമ്മിറ്റി ആ രേഖയുടെ കരട് രൂപത്തിന് രൂപം നൽകി കഴിഞ്ഞു. ജനുവരി മാസം കൽക്കട്ടയിൽ നടക്കാൻ പോകുന്ന പാർട്ടിയുടെ കേന്ദ്ര കമ്മിറ്റി കരട് രാഷ്ട്രീയ പ്രമേയത്തിന് രൂപം നൽകും. ഇവ പാർട്ടിക്കുള്ളിൽ ചർച്ച നടത്തുകയും ആ ഉൾപാർട്ടി ചർച്ചയെ തുടർന്ന് മദ്രാസി തമിഴ്നാട്ടിലെ മധുരയിൽ നടക്കാൻ പോകുന്ന 24ാം പാർട്ടി കോൺഗ്രസിലും ഈ രേഖകൾ ചർച്ച ചെയ്ത് ഭാവി കർമ്മപരിപാടിക്ക് രൂപം നൽകും. ഈ ഒരു പ്രക്രിയയാണ് മറ്റ് രാഷ്ട്രീയ പാർട്ടികളിൽ നിന്നെല്ലാം വ്യത്യസ്തമായി CPIM പിന്തുടരുന്നത് എന്ന കാര്യം ഈ സന്ദർഭത്തിൽ ചൂണ്ടിക്കാണിക്കുകയാണ്. മറ്റൊന്ന്, പാർട്ടിക്ക് നേരെയും കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റിന് നേരെയും ഇപ്പോൾ
ഒരു കൂട്ടം മാധ്യമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന കടന്നാക്രമണങ്ങൾ ചിലരെ അമ്പരപ്പിക്കുന്നുണ്ട്. ഇപ്പൊ മറ്റ് സംസ്ഥാനങ്ങളിൽ ചെല്ലുമ്പോൾ ചിലർ അന്വേഷിക്കുന്നുണ്ട്, എന്താ ഇതിൻ്റെ ഒരു പ്രത്യേകത, എന്താ ഇതിൻ്റെ ഒരു പശ്ചാത്തലം. കമ്മ്യൂണിസ്റ്റ് പാർട്ടി കടന്നാക്രമിക്കപ്പെടുന്നത് ആദ്യമായിട്ടാണോ? കേരളത്തിലും ഇന്ത്യയിലും ഈ പാർട്ടി ആവിർഭവിച്ച് പ്രവർത്തിക്കാൻ തുടങ്ങിയ കാലത്ത് നല്ലൊരു കാലം ഈ പാർട്ടി നിരോധിക്കപ്പെട്ടിരിക്കുകയായിരുന്നു. ഇപ്പൊ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന് സംഘടനാപരമായ ഒരു രൂപം ലഭിക്കുന്നത് 1920-കളിലാണ്. 1920-ൽ താഷ്കൻഡിൽ എം.എൻ. റോയിയുടെ നേതൃത്വത്തിൽ യോഗം ചേർന്ന് മുഹമ്മദ് ഷഫീഖിനെ സെക്രട്ടറിയായി എടുത്തുകൊണ്ടൊരു ഘടകം രൂപവൽക്കരിക്കപ്പെട്ടു. ആ ഘടകത്തിന്റെ തീരുമാനപ്രകാരമാണ് 1921-ൽ അഹമ്മദാബാദിൽ ചേർന്ന അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിയുടെ സമ്മേളനത്തിൽ, അന്ന് ബ്രിട്ടീഷ് സാമ്രാജ്യത്തിനെതിരായിട്ടുള്ള സമരപ്രസ്ഥാനം എന്ന നിലയിൽ കോൺഗ്രസ് സമ്മേളനങ്ങളിൽ കമ്മ്യൂണിസ്റ്റുകാരും സോഷ്യലിസ്റ്റുകാരും ഒക്കെ പങ്കെടുക്കും. അപ്പൊ ഇന്ത്യയിൽ വിവിധ നഗരങ്ങളിൽ കമ്മ്യൂണിസ്റ്റുകാർ പ്രവർത്തിച്ചു തുടങ്ങി. 1920-ൽ താഷ്കൻഡിൽ യോഗം ചേർന്നു. എം.എൻ. റോയിയുടെ നേതൃത്വത്തിൽ AICC സമ്മേളനത്തിൽ പ്രമേയം അവതരിപ്പിക്കുകയാണ്. ഇരിക്കുന്ന ബഹുഭൂരിപക്ഷം പേർക്കും അറിയാം എന്താണ്. അന്ന് പുത്രിക രാജ്യ പദവി ആണ് കോൺഗ്രസ് ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തിന്റെ മുമ്പിൽ ആവശ്യമായിട്ട് വെച്ചിട്ടുള്ളത്, ഡൊമിനിയൻ പദവി. കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപവൽക്കരിക്കപ്പെട്ടതിനെ തുടർന്ന് ചർച്ച നടത്തിയിട്ട് 1921-ലെ സമ്മേളനത്തിൽ പൂർണ്ണ സ്വരാജിന് വേണ്ടിയിട്ടുള്ള പ്രമേയം അവതരിപ്പിച്ച ചരിത്രം. അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല. ഹസ്രത്ത് മൊഹാനിയും സ്വാമി കുമാരാനന്ദയും ചേർന്ന് അവതരിപ്പിച്ചു. മഹാത്മാഗാന്ധി പറഞ്ഞു, ഇതങ്ങനെ പൂർണ്ണ സ്വാതന്ത്ര്യം ഇപ്പോൾ ആവശ്യപ്പെടുന്നത് ശരിയല്ല, അതുകൊണ്ട് ഈ പ്രമേയം അംഗീകരിക്കാൻ പറ്റില്ല, തള്ളിക്കളഞ്ഞു. പിന്നെ ഒരു പതിറ്റാണ്ടിനടുത്ത് സമയം വേണ്ടി വന്നു കോൺഗ്രസ് തന്നെ സമ്പൂർണ്ണ സ്വാതന്ത്ര്യം വേണമെന്ന പ്രമേയം അംഗീകരിക്കാൻ. കമ്മ്യൂണിസ്റ്റുകാർ ആവർത്തിച്ച് ആവശ്യപ്പെട്ടുകൊണ്ടിരുന്നു. പക്ഷെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി താഷ്കൻഡിൽ 1920-ൽ രൂപീകരിക്കപ്പെടുകയും 1925-ൽ കാൺപൂരിൽ വെച്ച് ഒരു സമ്മേളനം നടത്തുകയും ഒക്കെ ചെയ്തതോടുകൂടി തുടർച്ചയായിട്ട് കമ്മ്യൂണിസ്റ്റുകാർക്കെതിരെ ഗൂഢാലോചന കേസുകൾ ചാർജ് ചെയ്ത് കമ്മ്യൂണിസ്റ്റുകാരെ വേട്ടയാടുകയായിരുന്നു. കമ്മ്യൂണിസ്റ്റുകാരെ പ്രവർത്തിക്കാൻ അനുവദിച്ചിരുന്നില്ല. അതിന്റെ വിശദാംശങ്ങൾ ഇവിടെ പ്രസക്തമല്ല. പക്ഷെ നമ്മൾ ഓർക്കണം, നമ്മൾ 24-ാം പാർട്ടി കോൺഗ്രസിലേക്ക് പോകുമ്പോൾ 1-ാം പാർട്ടി കോൺഗ്രസ് എന്നാ നടന്നത് 1943-ലാണ് ബോംബെയിൽ വെച്ച്. 20-ൽ ഘടകമുണ്ടായി. 25-ൽ ഇന്ത്യയിൽ തന്നെ കാൺപൂരിൽ വെച്ച് സമ്മേളനം നടന്നു, നേതൃത്വമുണ്ടായി. പക്ഷേ പരസ്യമായി പ്രവർത്തിക്കാനോ പാർട്ടിയുടെ ഒരു അഖിലേന്ത്യാ സമ്മേളനം പാർട്ടി കോൺഗ്രസ് നടത്താനോ അനുവദിക്കപ്പെട്ടില്ല. 1943-ൽ മാത്രമാണ് പ്രത്യേക സാഹചര്യത്തിൽ പാർട്ടി കോൺഗ്രസ് നടത്താൻ അനുവദിക്കപ്പെട്ടത്. അതിനുശേഷം നടന്ന വേട്ടയാടലുകളുണ്ട്. അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല. കമ്മ്യൂണിസ്റ്റുകാർ സംഘടിതമായി പ്രവർത്തിക്കാൻ തുടങ്ങിയ നാൾ മുതൽ ഇന്ത്യയിൽ മാത്രമല്ല, ഇവിടെ പേഷവാർ ഗൂഢാലോചന കേസ്, കാൺപൂർ ഗൂഢാലോചന കേസ്, മീററ്റ് ഗൂഢാലോചന കേസ് പോലെയുള്ള ഗൂഢാലോചന കേസുകളാണെങ്കിൽ ലോകത്ത് കൊളോൺ കോൺസ്പിറസി കേസാണ് 1848-ൽ 48-49-ൽ ചാർജ് ചെയ്യപ്പെട്ടതാണ്. അപ്പൊ കമ്മ്യൂണിസ്റ്റുകാർ ആക്രമിക്കപ്പെടുന്നത് ആദ്യമല്ല. കേരളത്തിലേക്ക് വന്നാൽ പലരെയും അമ്പരപ്പിച്ചുകൊണ്ട് EMSന് നേതൃത്വമുള്ള ഗവൺമെന്റ് കേരളത്തിൽ ഭരണത്തിൽ വന്നു, സംസ്ഥാന ഭരണത്തിൽ വന്നു. ഐക്യകേരള പിറവിക്ക് ശേഷം ആദ്യം ആ ഗവൺമെന്റ് 2 വർഷത്തിൽ ചെല്ലുവാനും മാത്രം നിലനിന്ന ഗവൺമെന്റാണ്. ഇപ്പൊ ജനാധിപത്യത്തെക്കുറിച്ചെല്ലാം സംസാരിക്കുന്ന കോൺഗ്രസ്സുകാരും അവരെ അനുകൂലിക്കുന്ന മാധ്യമങ്ങളും ഓർക്കണം, ആധുനിക കേരളത്തിൻ്റെ സൃഷ്ടിക്ക് ചുരുങ്ങിയ കാലം കൊണ്ട് അടിത്തറയിട്ടതാണ് EMS ഗവൺമെന്റ്.
ഭരണം ഏറ്റെടുത്ത് 10 ദിവസം തികയുന്നതിന് മുമ്പ് ഗവൺമെന്റ് പ്രഖ്യാപിച്ചു, ഗവൺമെന്റ് ഉത്തരവ് പുറപ്പെടുവിച്ചു, കുടികിടപ്പുകാരനെയും ആ കുടികിടപ്പ് ഭൂമിയിൽ നിന്ന് ഇറക്കി വിടാൻ പാടില്ല. നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ളതാണ്, മിക്കവർക്കും ഇത് ഓർമ്മയുണ്ടാവും. പക്ഷെ അത് കേരള സമൂഹത്തിൽ ചെലുത്തിയ സ്വാധീനം, അതിനെ തുടർന്ന് ആ ഗവൺമെന്റ് കൈക്കൊണ്ടുവന്ന കാർഷിക പരിഷ്കാരം, ഭൂമിക്ക് മേൽ പാട്ടക്കുടിയാനും കുടികിടപ്പുകാരനും അവകാശം കൊടുക്കുന്ന നിയമ നടപടികൾ, അതിനുവേണ്ടി കർഷക തൊഴിലാളികളെയും കർഷകരെയും സംഘടിപ്പിച്ചുകൊണ്ട് തൊഴിലാളി വർഗത്തിന്റെ സഹകരണത്തോടും പിന്തുണയോടും കൂടി നടത്തിയിട്ടുള്ള ഇടപെടലുകൾ, അതിൻ്റെ ആകത്തുക എന്താണ്? 33,30,000 പേർക്ക് ചവിട്ടു നിൽക്കാൻ ഒരു തുണ്ട് ഭൂമി ഭയരഹിതമായി തങ്ങളുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്ന സാഹചര്യം. ഇത് സംബന്ധിച്ച് വളരെ ഗൗരവമായി പഠിച്ചിട്ടുള്ള സാമ്പത്തിക ശാസ്ത്രജ്ഞന്മാരും സാമൂഹ്യ ശാസ്ത്രജ്ഞന്മാരും ചൂണ്ടിക്കാണിക്കുന്ന ഒരു കാര്യമുണ്ട്. ഈ ഭൂപരിഷ്കരണം ജീവിക്കാൻ തൻ്റെതായി ഒരു തുണ്ട് ഭൂമി ഉണ്ട് എന്ന ആത്മവിശ്വാസം നൽകിയ തൻ്റെടം എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. ആ തൻ്റെടം എന്നുള്ള പദം തന്നെ വ്യവച്ഛേദിച്ച് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും എന്താണ്. തൻ്റെതായ ഒരു ഇടം, അതാണ് EMS ഗവൺമെന്റ് തങ്ങൾക്കായിട്ട് ഒരു ഇടം അന്ന് വരെ ഇല്ലാതിരുന്ന 33,30,000 മനുഷ്യർക്ക്, കുടുംബങ്ങൾക്ക് കൊടുത്തത്. അതിനെ തുടർന്ന് കൂലിക്കൂടുതലിന് വേണ്ടി തല നിവർത്തി ശബ്ദമുയർത്തി ചോദിക്കാനുള്ള ധൈര്യം കർഷക തൊഴിലാളികൾക്കുണ്ടായി. കാരണം തമ്പ്രാന്റെ നേരെ നോക്കി എന്തെങ്കിലും ചോദിച്ചാൽ നീ ഇവിടുന്ന് പൊയ്ക്കോ എന്ന് പറഞ്ഞ് കുടിയിറക്കി വിടാൻ കഴിയില്ല. എനിക്ക് എൻ്റെ ഒരു ഇടമുണ്ട്, അതാണ് തൻ്റെ ഇടമെന്ന് പറയുന്നത്. അപ്പൊ ഡോക്ടർ KN രാജനെ പോലുള്ള സാമ്പത്തിക ശാസ്ത്രജ്ഞന്മാരെല്ലാം പിന്നീട് ഒരു ചോദ്യം ചോദിക്കുകയും ഒരു ഉത്തരം കണ്ടെത്തുകയും ചെയ്തു. കേരള സംസ്ഥാനത്തിൻ്റെ ഉൽപാദന മേഖലയിൽ ഇന്ത്യയിലെ മറ്റു സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് വലിയ നേട്ടങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. എടുത്തു പറയാവുന്ന വലിയ നേട്ടങ്ങളൊന്നുമില്ല. അങ്ങനെ എടുത്തു പറയാവുന്ന നേട്ടങ്ങളൊന്നും ഉൽപാദന മേഖലയിൽ ഇല്ലെങ്കിലും ഇന്ത്യയിലെ മറ്റു സംസ്ഥാനങ്ങളിൽ കാണാത്ത തരത്തിലുള്ള സമൂഹത്തിലെ ജനങ്ങൾക്കിടയിലുള്ള ആപേക്ഷികമായ സമത്വം അതെന്തുകൊണ്ടുണ്ടായി? എങ്ങനെ കേരളീയ സമൂഹത്തിൽ ഉണ്ടാവുന്ന ഉൽപാദനത്തിൻ്റെ ഫലം മറ്റു സംസ്ഥാനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി കുറച്ചും കൂടി ന്യായമായി നീതിപൂർവകമായി വിതരണം ചെയ്യപ്പെടുന്നു എന്ന് പറയുന്നൊരു പ്രതിഭാസം കേരളത്തിലുണ്ട്. ആ പ്രതിഭാസം ഉണ്ടാകാനുള്ള കാരണം ഈ തൻ്റെ ഇടമുണ്ടായി. സാധാരണക്കാരന് ന്യായമായ കൂലി ചോദിച്ച് വാങ്ങാൻ തുടങ്ങി. തോപ്പിൽ ഫാസിയുടെ ഏതോ ഒരു നാടകത്തിൽ ജന്മി ചെറുപ്പക്കാരനായ നായകനോട് നീ എന്താടാ മീശ വെച്ചിരിക്കുന്നു? അപ്പോൾ മീശ വെക്കാൻ പാടില്ലായിരുന്നു അതുവരെ. അതൊക്കെ മാറി. ആ മാറ്റത്തിൽ 57-ലെ EMS ഗവൺമെന്റ് കൈക്കൊണ്ട തീരുമാനങ്ങളുണ്ട്. ആ ഗവൺമെന്റ് കൊണ്ടുവന്ന വിദ്യാഭ്യാസ പരിഷ്കാരം വളരെ പ്രധാനപ്പെട്ടതാണ്. പ്രാഥമിക വിദ്യാഭ്യാസം സൗജന്യമാക്കി. ചില സാമ്പത്തിക വിദഗ്ധന്മാർ പറയും, കേരളത്തിൻ്റെ ഇപ്പോഴത്തെ ഈ പൊതുവിലുള്ള ഒരു സാമ്പത്തികമായ ഒരു മെച്ചപ്പെടൽ, അഭിവൃദ്ധി, അതിനെല്ലാം കാരണം ഈ മണി ഓർഡർ എക്കോണമി അല്ലേ? പുറത്ത് പോയും ഗൾഫ് രാജ്യങ്ങളിൽ പോയിട്ടും എല്ലാം സമ്പാദിക്കുന്നതല്ലേ?
പുറത്തും ഗൾഫ് രാജ്യങ്ങളിലുമൊക്കെ പോയി പണിയെടുത്ത് വരുമാനം ഉണ്ടാക്കാനുള്ള ശേഷി നമ്മുടെ ഇടത്തരക്കാർക്കും സാധാരണക്കാർക്കും ഉണ്ടായത് ഈ ഭൂപരിഷ്കരണത്തിൻ്റെയും വിദ്യാഭ്യാസ പരിഷ്കരണത്തിൻ്റെയും ഭാഗമായിട്ടുണ്ടായ മാറ്റങ്ങൾ നിമിത്തമാണ് എന്നുള്ളത് മറക്കാൻ കഴിയില്ല. കമ്മ്യൂണിസ്റ്റുകാർക്കെതിരായിട്ടുള്ള ആക്രമണങ്ങളെക്കുറിച്ചാണ് നമ്മൾ പറഞ്ഞു വന്നത്. ഇത്തരം നടപടികൾ കൈക്കൊണ്ടപ്പോൾ അതിശക്തമായ ആക്രമണമല്ലേ കേരളത്തിലുണ്ടായത്? എല്ലാവരും ചേർന്നില്ലേ അതിനകത്ത്? മാധ്യമങ്ങൾ ചേർന്നു. കേരളത്തിലെയും ഇന്ത്യയിലെയും പിന്തിരിപ്പത്വം ഒറ്റക്കെട്ടായി നീങ്ങി. ലോകത്തൊരിടത്തും പുരോഗമന ശക്തികളോ കമ്മ്യൂണിസ്റ്റുകാരോ സ്വാധീനം ഉറപ്പിച്ചൂടാ എന്ന് ദൃഢനിശ്ചയമെടുത്തിട്ടുള്ള അമേരിക്കൻ സാമ്രാജ്യത്വം, CIA, ഡോളർ വിമോചന സമരത്തിൽ വന്നു. ആരോപണമല്ല. അമേരിക്കയുടെ ഇന്ത്യയിൽ അംബാസഡറായിരുന്ന പാട്രിക് മൊയ്നിഹാന്റെ എ ഡേഞ്ചറസ് പ്ലേസ് എന്ന പുസ്തകത്തിൽ ഇതിനെക്കുറിച്ച് പരാമർശമുണ്ട്. തോമസ് ഐസക്ക് അമേരിക്കയിൽ അവിടെ ക്ലാസിഫൈഡ് ആയിട്ട് വെച്ചിട്ടുള്ള, രഹസ്യമാക്കി വെച്ചിരിക്കുന്ന രേഖകൾ ഒരു ഘട്ടം കഴിയുമ്പം അവർ പരസ്യപ്പെടുത്തും. അവിടെ പോയി ശേഖരിച്ച രേഖകളുടെ അടിസ്ഥാനത്തിൽ ഇതിനെക്കുറിച്ച് എഴുതിയിട്ടുണ്ട്. പക്ഷെ നമ്മൾ ഓർക്കണം, വിമോചന സമരം എന്ന കുപ്രസിദ്ധമായ കേരളത്തിൻ്റെ രാഷ്ട്രീയ ശരീരത്തിൽ വർഗീയ ജാതീയ വിഷം വ്യാപിപ്പിച്ച വിമോചന സമരം, വിദേശ ഡോളർ പങ്കുവഹിച്ച വിമോചന സമരം, ആ വിമോചന സമരമാണ് കേരളത്തിൻ്റെ രാഷ്ട്രീയത്തിൽ വർഗീയ ശക്തികളെ ആദ്യമായി നടുത്തളത്തിലേക്ക് ക്ഷണിച്ചുകൊണ്ടുവന്ന് പങ്കെടുപ്പിച്ചത്. എന്തിനു വേണ്ടി? കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വത്തിൽ സാധാരണക്കാർക്ക്, പാവപ്പെട്ടവർക്ക്, ഇന്നലെ വരെ കുടിയിറക്കപ്പെട്ടിരുന്നവർക്ക് തൻ്റെ ഇടം കൊടുക്കാൻ, ഒരു തുണ്ട് ഭൂമി കൊടുക്കാൻ, വിദ്യാഭ്യാസം കൊടുക്കാൻ, ജീവിതം കൊടുക്കാൻ തയ്യാറായ ഈ ഗവൺമെന്റ് കാലാവധി പൂർത്തിയാക്കിയാൽ ഈ നാട്ടിൽ മാത്രമല്ല, കേരളത്തിൽ മാത്രമല്ല, ഇതിന്റെ സന്ദേശം മറ്റു സ്ഥലങ്ങളിലേക്ക് പോകും. അത് അനുവദിച്ചുകൂടാ. ലജ്ജയില്ലാതെ നിയമസഭയിൽ ഭൂരിപക്ഷമുണ്ടായിരുന്ന ആ ഗവൺമെന്റിനെ പിരിച്ചുവിട്ടു. അന്ന് പത്രമാധ്യമങ്ങൾ ആ ഗവൺമെന്റിനെതിരായിട്ട് പ്രചരിപ്പിച്ച കള്ളക്കഥകൾക്ക് വല്ല അതിരുമുണ്ടോ? ചിലർ ഇപ്പൊ പറയുന്നത് എന്താ? പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ ഒരു പുതിയ അധ്യായം എഴുതി ചേർത്തുകൊണ്ട് ഇടതുപക്ഷത്തിന് തുടർഭരണം ഉറപ്പാക്കി. അതൊരു പുതിയ ചരിത്രമാണ്. ആ പുതിയ ചരിത്രത്തെ താരതമ്യപ്പെടുത്താൻ കഴിയുന്നത് 1957 EMS ഗവൺമെന്റിന്റെ രൂപീകരണത്തോട് മാത്രമാണ്. EMS ഗവൺമെന്റ് രൂപീകരണം പ്രതിരോധ ശക്തികളെ അന്ധാളിപ്പിച്ചതുപോലെ കുത്തക മാധ്യമങ്ങളുടെ സഹായത്തോടുകൂടി ഇല്ലാതാക്കാൻ, കമ്മ്യൂണിസ്റ്റുകാരെ ഇല്ലാതാക്കാൻ, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പ്രസ്ഥാനത്തെ ജനങ്ങളുടെ മുമ്പിൽ കരിവാരി തേച്ച് വിരൂപമായി അവതരിപ്പിക്കാൻ എന്തു ശ്രമമാണ് ഒന്നാം പിണറായി ഗവൺമെന്റ് അതിന്റെ കാലാവധി പൂർത്തിയാക്കി നിയമസഭാ തിരഞ്ഞെടുപ്പിലേക്ക് നീങ്ങേണ്ട സമയത്തുണ്ടായതെന്ന് ആരെങ്കിലും ഓർക്കുന്നുണ്ടോ? ഇന്ന് ഓർക്കണമല്ലോ. എന്തൊക്കെയാ പറഞ്ഞത്? ബിരിയാണി ചെമ്പിൽ മുഖ്യമന്ത്രിയുടെ വീട്ടിലേക്ക്, അതൊക്കെ ഇങ്ങനെ അന്തിച്ചർച്ച നടത്തിയ സുഹൃത്തുക്കളുടെയൊക്കെ പ്രതിനിധികൾ ഇവിടെ ഉണ്ടാവുമല്ലോ, ഇല്ലേ? അത് അത്തരം കള്ളപ്രചാര വേലയുടെ വെളിച്ചത്തിൽ തെരഞ്ഞെടുപ്പ് ഫലം വരാനിരിക്കെ UDFന്റെ നേതാക്കന്മാർ പുറത്തുവിട്ട വാർത്ത എന്താണ്? UDFന്റെ നേതൃത്വത്തിൽ രൂപവൽക്കരിക്കപ്പെടുന്ന ഗവൺമെന്റിൽ നേതൃത്വത്തെ സംബന്ധിച്ച് പ്രശ്നമുണ്ടായിരുന്നു. അത് 2.5 വർഷം വീതം വെച്ച് തീരുമാനിച്ചു. ആരൊക്കെയാന്നുള്ളത് ഞാൻ പറയുന്നില്ല. മറ്റു വകുപ്പുകൾ ഉദ്യോഗസ്ഥലത്തിൽ വരുത്തേണ്ട മാറ്റം, ഇതിന്റെ എല്ലാം കരട് പദ്ധതി തയ്യാറാക്കിയിട്ടിരിക്കുകയായിരുന്നില്ലേ? അപ്പോൾ LDFന് ഉണ്ടായിരുന്ന 91 സീറ്റിന്റെ സ്ഥാനത്ത് 99 സീറ്റുമായി
സ്ഥാനമൊഴിഞ്ഞ മുഖ്യമന്ത്രി തന്നെ വന്ന് മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യുന്ന ഒരു പുതിയ അധ്യായം ഇടതുപക്ഷം കേരള രാഷ്ട്രീയത്തിൽ എഴുതിച്ചേർത്തപ്പോൾ അന്ന് പ്രതിലോമ പിന്തിരിപ്പൻ ശക്തികൾ തീരുമാനിച്ചു, നമ്മൾ EMS ഗവൺമെന്റിനെതിരായി മോചന സമരകാലത്ത് കളിച്ച കളി പോരാ, അതിനപ്പുറത്തെ കളി കളിക്കണം. അതാണിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അത് നടക്കുമ്പോൾ എങ്ങനെ ഇതിനെ നേരിടണം എന്നത് പാർട്ടിയുടെ എല്ലാ തലങ്ങളിലുമുള്ള സമ്മേളനങ്ങളിലെ ഒരു പ്രധാനപ്പെട്ട ചർച്ചാ വിഷയമാകേണ്ടതാണ്. കാരണം രണ്ടാം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ്, പിണറായിയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലേക്ക്, നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ ജനങ്ങളുടെ മുമ്പിൽ വെച്ച ഒരു പുതിയ കേരളത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുണ്ട്. ഒരു ആധുനിക വിജ്ഞാന സമൂഹമായി കേരളത്തെ ഉയർത്തുക, വിജ്ഞാനാധിഷ്ഠിതമായ ഒരു സമ്പദ്ഘടനയായി കേരളത്തെ മുന്നോട്ട് കൊണ്ടുപോവുക. ഇന്ത്യയിലെ മറ്റു സംസ്ഥാനങ്ങളും ഇന്ത്യയിലെ മൊത്തം സാമ്പത്തിക അവസ്ഥയും ഒക്കെ ഇതിന് സഹായകമായി കൊള്ളണമെന്നില്ല. പക്ഷെ ഇതൊരു സമരമാണ്. ഭരണമെന്ന് പറയുന്നത് ഒരു സമരമാണ്. ഭരണമെന്ന് പറയുന്ന ആ സമരത്തിന് പുറമെ ഭരണം മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ നടത്തേണ്ട വേറെയും സമരമുണ്ട്. ഭരണവും സമരവും എന്ന് പറയുന്നതാണ്. പക്ഷെ ഭരണം തന്നെ ഒരു സമരമാണ് ഇന്നത്തെ ഇന്ത്യയിലും ഇന്നത്തെ ലോകത്തും. കാരണം സമയമെടുത്ത് ഞാൻ പരാമർശിക്കാൻ ഉദ്ദേശിക്കാത്ത സാമ്പത്തിക പ്രതിസന്ധി ഇന്ത്യയിലുണ്ട്, ലോകത്തുണ്ട്. ഇന്ത്യയിലും ലോകത്തും സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടാകുമ്പം അത് കേരളത്തിൽ പ്രതിഫലിക്കില്ലേ? കേരളത്തിൽ പ്രതിഫലിക്കും. അത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിന്റെ പ്രവർത്തനത്തെ ബാധിക്കും. ഇന്ത്യയിലും ലോകത്തുമുള്ള സാമ്പത്തിക പ്രതിസന്ധി കേരളത്തിന്റെ സമ്പദ്ഘടനയിൽ പ്രതിഫലിക്കുന്നത് കൊണ്ടുള്ള പ്രശ്നം മാത്രമല്ല കേരളത്തിനുള്ളത്. പിന്നെയോ ഇന്ത്യയിലുള്ള ഒരേ ഒരു ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റായ കേരളത്തിലെ LDF ഗവൺമെന്റിന്റെ പ്രവർത്തനങ്ങൾ മറ്റു സംസ്ഥാനങ്ങളിലേതിൽ നിന്ന് വ്യത്യസ്തമായി ശ്രദ്ധേയമാവുകയും വിജയിക്കുകയും ചെയ്താൽ അത് ഇന്ത്യയിലെ എല്ലാ ചൂഷകവർഗ താല്പര്യം സംരക്ഷിക്കുന്ന രാഷ്ട്രീയ പാർട്ടികൾക്കും ബുദ്ധിമുട്ടാണ്. RSSന്റെ ഫാസിസ്റ്റ് സ്വഭാവത്തോടു കൂടിയ ഇന്ത്യയിലെ ജനങ്ങളെ വിഭജിച്ചുകൊണ്ട് അതിൽ നേട്ടമുണ്ടാക്കാൻ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന ശ്രമങ്ങളെ എതിർക്കുന്നു എന്ന് പറയുന്ന കോൺഗ്രസിന് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിന്റെ ജനക്ഷേമ പദ്ധതികളുമായി മുന്നോട്ട് പോകാൻ, വികസന പദ്ധതികളുമായി മുന്നോട്ട് പോകാൻ, പശ്ചാത്തല സൗകര്യ വികസനത്തിൽ വിസ്മയിപ്പിക്കുന്ന നേട്ടങ്ങളുമായി കേരളത്തിലെ LDF ഗവൺമെന്റിന് മുന്നോട്ട് പോകാൻ എന്തെല്ലാം തടസ്സങ്ങൾ ഉണ്ടാക്കാൻ പറ്റുമോ ആ തടസ്സങ്ങൾ ഉണ്ടാക്കാൻ BJPയെ പോലെ തന്നെ ഉത്സാഹിക്കുന്നവരും BJPയുമായി സഹകരിക്കുന്നവരുമാണ് കോൺഗ്രസും UDFും കേരളത്തിൽ. അതുവഴിയുള്ള പ്രശ്നങ്ങളില്ലേ? അപ്പൊ കേരളത്തെ ഒരു വിജ്ഞാന സമൂഹമാക്കി മാറ്റുക എന്നുള്ള LDF ഗവൺമെന്റ് ലക്ഷ്യം സാധിക്കണമെങ്കിൽ കേരളത്തിലെ സർവകലാശാലകളെ വളരെ ഗുണപരമായ മേന്മയുള്ള ചലനാത്മകമായി ചടുലമായി ഇടപെടുന്ന നിലയിൽ പരിവർത്തിപ്പിക്കാൻ കഴിയണം. അതിനുള്ള ശ്രമങ്ങൾ കേരള ഗവൺമെന്റ് നടത്തുമ്പോൾ കേരള നിയമസഭ നിർമ്മിച്ച നിയമത്തിൻ്റെ ബലത്തിൽ ഈ സർവകലാശാലകളുടെ ചാൻസലറായിരിക്കുന്ന കേന്ദ്ര ഗവൺമെന്റിൻ്റെ ഒരു കാര്യനടത്തിപ്പുകാരനെ പോലെ പെരുമാറുന്ന സംസ്ഥാന ഗവർണർ അത്യാവശ്യം പരിചയമുള്ള ഒരാളാണ്. ഡൽഹിയിൽ ഉണ്ടായിരുന്നപ്പോൾ ആരിഫ് മുഹമ്മദ് ഖാൻ അദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തനം കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രവർത്തന മേഖല ഉന്നത വിദ്യാഭ്യാസ
മേഖലയെ ഗുണപരമായി മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ള ലക്ഷ്യം, ആ ലക്ഷ്യം കൈവരിക്കുന്നതിന് തടസ്സങ്ങൾ ഉണ്ടാക്കുക മാത്രമല്ല, ഉന്നത വിദ്യാഭ്യാസ മേഖലയുടെ പ്രവർത്തനത്തെ തന്നെ തകിടം മറിക്കുന്ന ഇടപെടൽ ഗവർണർ ആ ഗവർണർ പദവിയിൽ നിന്നും ചാൻസലർ പദവിയിൽ നിന്നും ഗവർണറെ വിമുക്തമാക്കുന്ന നിയമനിർമ്മാണം നിയമസഭ അംഗീകരിച്ചെങ്കിലും നമുക്കറിയാം അത് വെച്ച് താമസിപ്പിച്ച് ഒടുവിൽ രാഷ്ട്രപതിക്ക് അയച്ചു കൊടുത്തിരിക്കുകയാണ്, അവിടെ സൂക്ഷിക്കാൻ പറഞ്ഞുകൊണ്ട്. അപ്പൊ കേരള ഗവൺമെന്റിന്റെ പ്രവർത്തനങ്ങളെ നിരന്തരം ഇടങ്കോലിടുന്ന ഒരു കൂട്ടുകെട്ട് BJPയും കോൺഗ്രസും മറ്റു പല സ്ഥലത്തും, കേരളത്തിന് പുറത്തു പോയാൽ അവർ പരസ്പരം ഏറ്റുമുട്ടുന്നു. പക്ഷേ കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിന്റെ വ്യത്യസ്തമായ ഒരു ബദൽ നടപ്പാക്കാനുള്ള ശ്രമങ്ങളെ തകർക്കുന്നതിൽ ഇവർ യോജിച്ചിരിക്കുകയാണ്. ഇതെങ്ങനെ നേരിടണം എന്നത് നമ്മുടെ പാർട്ടിയുടെ മുമ്പിലുള്ള വളരെ ഗൗരവമുള്ള ഒരു പ്രശ്നമാണ്. ഇതിനെ നേരിടാൻ CPIM-ന് വളരെ പ്രധാനപ്പെട്ട ഒരു പങ്ക് വഹിക്കാനുണ്ട്. ആ പ്രധാനപ്പെട്ട ഒരു പങ്ക് ജനങ്ങളെ ബോധവൽക്കരിച്ചുകൊണ്ട് കേരളത്തിലെ ജനങ്ങൾക്ക് ഈ വിധ്വംസകമായ നീക്കത്തിനെതിരായിട്ടുള്ള പോരാട്ടത്തിൽ കേരളത്തിന്റെ അഭിമാനം സംരക്ഷിക്കുക എന്നുള്ള ലക്ഷ്യം, കേരളീയതയ്ക്ക് നേരെയുള്ള ഒരു കയ്യേറ്റമാണിത്. അതിൽ BJPയുടെ കൂടെ കോൺഗ്രസും ചേർന്നിരിക്കുന്നു, ലീഗും ചേർന്നിരിക്കുന്നു, തീവ്രവാദ സംഘടനകൾ കൂടുന്നു, ആഗോള പിന്തിരിപ്പത്തത്തിന്റെ സഹായം ഇതിന് പിന്നിലുണ്ടോ എന്നതടക്കം ഗൗരവമായി പരിശോധിക്കേണ്ടതാണെന്നുള്ള നിലയിൽ കേരളത്തിലെ ജനങ്ങളെ ഒന്നടങ്കം ഇതിൻ്റെ പിന്നിൽ അണിനിരത്താൻ എല്ലാ തലങ്ങളിലും ക്ഷമാപൂർവം ജനങ്ങളെ ബന്ധപ്പെട്ട് ഈ വസ്തുതകൾ അവരെ അറിയിക്കുന്ന ഒരു പ്രവർത്തനം അത് എത്രത്തോളം നമുക്ക് നടത്താൻ കഴിയുന്നുണ്ട്? ഈ ഗവൺമെന്റിന്റെ പ്രവർത്തനങ്ങളുടെ തന്നെ മികച്ച നേട്ടങ്ങളെല്ലാം ജനങ്ങളിലേക്ക് കൊണ്ടുവന്നെത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? ഈ ഗവൺമെന്റിനെതിരായി നടത്തുന്ന പ്രവർത്തനം മാത്രമല്ല, ഇപ്പൊ RSS നടത്തുന്ന പ്രവർത്തനങ്ങൾ, RSSന്റെ ഒരു വാട്സപ്പ് യൂണിവേഴ്സിറ്റി എന്നൊരു പ്രയോഗമുണ്ട്. അവർ ചില സ്ഥലത്ത് നിന്ന് ചില അസത്യങ്ങൾ സത്യമാണെന്നുള്ള മട്ടിൽ പ്രചരിപ്പിക്കും. ഈ അടുത്ത നാളുകളിൽ മറ്റൊരു സംസ്ഥാനത്ത് വെച്ച് ഞാൻ കേട്ട ഒരു കാര്യമുണ്ട്, അത് അറിയുന്നത് നല്ലതാണെന്നുള്ളത് കൊണ്ട് ഞാൻ പറയാം. ഔറംഗസേബ്, ആര്? മുഗൾ ചക്രവർത്തിമാരുടെ നിരയിൽപ്പെട്ട ഔറംഗസേബ്, അദ്ദേഹം മരിക്കാറായി ഇങ്ങനെ ഇരിക്കുമ്പോൾ അദ്ദേഹം തൻ്റെ അനുചരനെ വിളിച്ചിട്ട്, ശിവജി മഹാരാജനെ നിങ്ങളൊന്ന് പോയി കാണണം, ഞാൻ മാപ്പിരക്കുന്നതായി അദ്ദേഹത്തോട് ചെന്ന് പറയണം, ഞാൻ കണ്ണടയ്ക്കുന്നതിന് മുമ്പ് ശിവജി മഹാരാജനോട് നേരിട്ട് മാപ്പ് പറയാൻ അദ്ദേഹം ഒന്ന് ഇവിടം വരെ വരാൻ തയ്യാറാകുമോ എന്ന് അദ്ദേഹത്തോട് ചോദിക്കണം, അദ്ദേഹത്തോട് അപേക്ഷിക്കണം എന്ന് പറഞ്ഞിട്ട് വിശദാംശങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല. ഔറംഗസേബ് മരിച്ചതെന്നാണ്? ശിവജി മഹാരാജാവിൻ്റെ ജീവിതകാലം ഏതാണ്? ഇത് അന്വേഷിച്ച് കഴിഞ്ഞാൽ ഇതത്ര അസംബന്ധപൂർണമായൊരു കെട്ടുകഥയാണെന്ന് മനസ്സിലാക്കാൻ ഒരു ബുദ്ധിമുട്ടുമില്ല. ഗൂഗിളിനോട് ചോദിച്ചാൽ തന്നെ തെളിയും. പക്ഷെ ഇതിങ്ങനെ സഞ്ചരിക്കുകയാണ്. ഇത് വായിക്കുന്നവർ നോക്കണം, ഔറംഗസേബ് പോലും ഹിന്ദുത്വത്തിൻ്റെ മുമ്പിൽ, ഹിന്ദുത്വത്തിൻ്റെ പ്രതീകമായിട്ടാണല്ലോ ശിവജി അവതരിപ്പിക്കുന്നത്, കീഴ്പ്പെട്ടു എന്ന തരത്തിൽ. കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിനെതിരായി ഇത്തരം കള്ളക്കഥകൾ പ്രചരിപ്പിക്കുന്നതിൽ കോൺഗ്രസും BJPയും UDFും ഇപ്പോൾ അവരുടെ കൂടെ കൂടിയിട്ടുള്ള നാനാതരം തീവ്രവാദികളും ഇവർ മത്സരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം അതുകൊണ്ട്
പാർട്ടി സമ്മേളനങ്ങളെ ആകെ പാർട്ടിയിൽ ആവശ്യത്തിന് ഉഷാറും ഊർജ്ജസ്വലതയും ഉണർവും ഏതെങ്കിലും ഘടകങ്ങളിലെ സഖാക്കളിലോ ഏതെങ്കിലും തരത്തിൽ അതിൽ ലോപമുണ്ടെങ്കിൽ അതിന് പരിഹാരം കണ്ടെത്തിക്കൊണ്ട് പാർട്ടി സഖാക്കളെയും പാർട്ടി സംഘടനകളെയും വർഗ ബഹുജന സംഘടനകളെയും സജീവമാക്കിക്കൊണ്ട് കേരളത്തിൻ്റെ ഭാവിക്ക്, ഇന്ത്യയുടെ ഭാവിക്ക്, കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിനെ സംരക്ഷിക്കേണ്ടതുണ്ട്. 2026 തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ ആ തെരഞ്ഞെടുപ്പിലൂടെ നമുക്ക് കൈവരിക്കാൻ കഴിയേണ്ട ഒരു ലക്ഷ്യമുണ്ട്. ജനങ്ങളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി, അടിച്ചമർത്തപ്പെടുന്നവരുടെ അവകാശങ്ങൾക്ക് വേണ്ടി പൊരുതുക എന്ന വർഗപരമായ കടമ നമ്മുടെ തൊഴിലാളി സംഘടനകളും കർഷക പ്രസ്ഥാനങ്ങളും വിദ്യാർത്ഥി യുവജന മഹിളാ സംഘടനകളും ചെയ്യണം. ആ പോരാട്ടങ്ങളൊക്കെ സഫലമാകണമെങ്കിൽ, മുന്നോട്ട് പോകണമെങ്കിൽ തുടർഭരണത്തിൻ്റെ കാര്യത്തിൽ 2021 കേരളത്തിലെ ഇടതുപക്ഷ പുരോഗമന പ്രസ്ഥാനങ്ങൾക്ക് ആർജിക്കാൻ കഴിഞ്ഞ അഭിമാനകരമായ നേട്ടം 2026 ആവർത്തിക്കാൻ കഴിയണം എന്ന ലക്ഷ്യത്തോടു കൂടിയുള്ള പ്രവർത്തനങ്ങളാണ്. ഈ സമ്മേളനങ്ങളിൽ നിന്ന് ആർജിക്കുന്ന ഊർജം കൂടി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നമുക്ക് ഏറ്റെടുക്കുവാനുള്ളത്. 2026 എന്ന വർഷത്തിനൊരു പ്രത്യേകതയുണ്ട്. അത് കേരളപ്പിറവിയുടെ 1956 2026 എന്ന് പറഞ്ഞാൽ 70ാം വാർഷികമാണ്. ഒരു രാഷ്ട്രീയ ഭരണ ഘടകമായി തിരുക്കൊച്ചിയും മലബാറും ചേർന്ന് കേരളം ഉണ്ടായതിൻ്റെ 70 വർഷം പൂർത്തിയാവുമ്പോൾ രണ്ടാം പിണറായി വിജയൻ സർക്കാർ അതിൻ്റെ 10 വർഷവും പൂർത്തിയാക്കുകയാണ്. അപ്പം നമ്മളൊന്നും കൂടെ ആലോചിച്ച് നോക്കണം. ഈ 70 വർഷത്തിൻ്റെ ഒരു നീക്കിമാക്കി എടുക്കുമ്പോൾ ഇടതുപക്ഷത്തിൻ്റെ നേതൃത്വത്തിൽ എത്ര വർഷം കേരള ഭരണം ഉണ്ടായിരുന്നു? എത്ര വർഷമാണ്? 30 വർഷമാണ്. EMSന്റെ നേതൃത്വത്തിൽ 2 4 വർഷം, 57 59 67 69. അതിനുശേഷം ഉള്ളൊരു കാലമുണ്ട്. ഇടതുപക്ഷ നേതൃത്വം ഉപേക്ഷിച്ച് മറ്റു ചില നിലപാടുകൾ എടുത്തൊരു കാലഘട്ടമാണ്. അത് ചരിത്രത്തിൻ്റെ ഭാഗമാണ്. അതിനെക്കുറിച്ച് നമ്മൾ കൂടുതൽ പറയണ്ട. പക്ഷെ കോൺഗ്രസ് നേതൃത്വമായിരുന്നു ആ ഗവൺമെൻറ്റുകൾക്ക് ഫലത്തിൽ. മുഖ്യമന്ത്രി സ്ഥാനത്ത് നമുക്കെല്ലാം അഭിമാനമുള്ള നേതാക്കന്മാരുണ്ടായിരുന്നു. സഖാവ് അച്യുതമേനോനും പിന്നെ സഖാവ് PKV ഒക്കെ ഉണ്ടായിരുന്നു. അപ്പം പിന്നെ വരുന്നത് 80 നയനാർ ഗവൺമെൻറ്റാണ്. 80-82 EK നയനാരാണ് ഏറ്റവും കൂടുതൽ കാലം കേരളത്തിൽ മുഖ്യമന്ത്രിയായിരുന്നിട്ടുള്ള. 11 വർഷം സഖാവ് EK നയനാർ 3 ഘട്ടങ്ങളിലായി മുഖ്യമന്ത്രിയായിരുന്നിട്ടുണ്ട്. പിന്നെ സഖാവ് VSന്റെ ഗവൺമെൻറ് 5 വർഷം, 2 ഘട്ടമായി സഖാവ് പിണറായി വിജയൻ. അപ്പം 30 വർഷമാണ്. നമ്മുടെ കൂട്ടത്തിൽ തന്നെയുള്ള പഠന ഗവേഷണം നടത്താൻ കഴിയുന്നവർ എന്താണ് ഈ 3 പതിറ്റാണ്ടുകാലം കേരളപ്പിറവിക്ക് ശേഷം വ്യത്യസ്ത ഘട്ടങ്ങളിലായി ഭരണത്തിലിരുന്ന ഇടതുപക്ഷ നേതൃത്വത്തിലുള്ള ഗവൺമെന്റുകൾ കേരളത്തിന് വേണ്ടി ചെയ്തത്? അപ്പൊ 2026 തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ
അതിന് ആ തെരഞ്ഞെടുപ്പിൻ്റെ തൊട്ടു മുമ്പുള്ള കേരളത്തിലെ 5 വർഷത്തെ പിണറായി വിജയൻ ഗവൺമെൻറ് എന്ത് ചെയ്തു എന്ന് മാത്രം പരിശോധിച്ചാൽ പോരാ. ഈ 30 വർഷം 3 പതിറ്റാണ്ട് വ്യത്യസ്ത ഘട്ടങ്ങളായി എന്തു ചെയ്തു? അതെങ്ങനെ വ്യത്യസ്തമായിരിക്കുന്നു മറ്റുള്ളവരിൽ നിന്ന്? ആ അവലോകനം നടത്താനുള്ള തയ്യാറെടുപ്പ് നമ്മൾ ഇപ്പോഴേ തുടങ്ങണം. ഈ അവലോകനമെല്ലാം നടത്തുമ്പോൾ നമ്മുടെ നേട്ടങ്ങളെക്കുറിച്ച് നമ്മൾ അഭിമാനിക്കുന്നതോടൊപ്പം എവിടെങ്കിലും ബോധപൂർവമല്ലാതെ നമുക്കെന്തെങ്കിലും പോരായ്മകൾ ഉണ്ടായിപ്പോയിട്ടുണ്ടോ അതും കൂടെ പരിശോധിക്കണം. അങ്ങനെ ഉണ്ടെങ്കിൽ അത് പരിഹരിച്ചുകൊണ്ടാണ് നാം ഭാവിയിലേക്ക് നോക്കേണ്ടത്. അതുകൊണ്ട് 2026 തെരഞ്ഞെടുപ്പിലേക്ക് പാർട്ടിയെ സജ്ജമാക്കിയാൽ പോരാ, ഇടതുപക്ഷത്തെ സജ്ജമാക്കിയാൽ പോരാ, ഈ നാടിനെ സജ്ജമാക്കണം. ഈ നാടിനെ സജ്ജമാക്കണമെങ്കിൽ നാട്ടിലെ എല്ലാ വിഭാഗം ജനങ്ങളുമായി ഉറ്റ ബന്ധം സ്ഥാപിച്ചുകൊണ്ട്, നിങ്ങൾ പറയുന്നതൊന്നും ഞങ്ങൾക്ക് കേൾക്കണ്ട, നിങ്ങളെന്താ പറയാൻ പോകുന്നത് ഞങ്ങൾക്കറിയാം എന്ന് നമ്മളെ കാണുമ്പോൾ പറയുന്ന ചിലരുണ്ട്. അത് തുറന്നു പറയുന്നവരുണ്ട്. നമ്മളോട് എങ്ങനെയാ തുറന്നു പറയുന്നതെന്ന് ചിന്തിച്ച് അവർ പറയാൻ ഉദ്ദേശിക്കുന്നതൊക്കെ മനസ്സിൽ ഒളിച്ചു വെച്ചാൽ അപ്പോൾ ഇരിക്കെ എന്താ ചായ ആണോ കുടിക്കുന്നത് അങ്ങനെ ചോദിക്കുന്നവരുമുണ്ട്. പക്ഷെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രവർത്തകരുടെ ഉത്തരവാദിത്വം, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പ്രസ്ഥാനത്തിന്റെ പ്രവർത്തകരുടെ ഉത്തരവാദിത്വം, ഈ സമൂഹത്തിൽ നമുക്കൊപ്പം ജീവിക്കുന്ന ഒരാളും എന്നെങ്കിലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പ്രസ്ഥാനത്തിന്റെ പ്രവർത്തകരാക്കി മാറ്റാൻ പറ്റാത്തവരല്ല എന്ന കാഴ്ചപ്പാടോടുകൂടി ജനങ്ങളെ വിനയത്തോടും അവരുടെ വിമർശനങ്ങളെ ക്ഷമയോടുകൂടി കേൾക്കാനുള്ള സന്നദ്ധതയോടും കൂടി ജനങ്ങളെ കണ്ട് ജനങ്ങളെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്താനുള്ള പ്രവർത്തനം പാർട്ടി സഖാക്കൾക്ക് പ്രവർത്തന രംഗത്ത് ഇടപെട്ടിറക്കാൻ കഴിയുന്ന നമ്മുടെ അനുഭാവികളായ പ്രവർത്തകരും ഇനിയുള്ള നാളുകളിൽ ഈ നാട്ടിലെ ജനങ്ങളുമായി ഇഴുകിച്ചേർന്ന് അവർക്ക് പറയാനുള്ളത് കേട്ട് അവരുടെ വിമർശനങ്ങൾ കേട്ട് ആ വിമർശനങ്ങൾക്ക് നൽകാൻ കഴിയുന്ന മറുപടികൾ ക്ഷമാപൂർവം അവരോട് പറഞ്ഞ് ഇനി അവർ നടത്തുന്ന ചില വിമർശനങ്ങൾ ശരിയായിരിക്കും, നമ്മുടെ കയ്യിലുള്ള മറുപടി പോരായിരിക്കും, നമ്മുടെ കയ്യിലുള്ള മറുപടി പ്രശ്നത്തിന് യഥാർത്ഥ പരിഹാരമല്ലായിരിക്കും. അപ്പോൾ അവിടെ നമുക്ക് ചില പോരായ്മകളുണ്ടെന്നായിരിക്കും അതിൻ്റെ അർത്ഥം. അപ്പം നമുക്ക് യഥാർത്ഥത്തിൽ ചില പോരായ്മകളുണ്ട് എന്ന് നമ്മളോട് പറയുന്ന ഈ നാട്ടുകാർ, ആ നാട്ടുകാർ പറഞ്ഞത് ശരിയാണെന്ന് നമുക്ക് ബോധ്യപ്പെട്ടാൽ നമ്മൾ പറയണം. നിങ്ങൾ പറഞ്ഞത് ഇപ്പോഴാണ് ഞങ്ങൾക്ക് മനസ്സിലായത്, നിങ്ങൾ ഒരു തെറ്റിദ്ധാരണ ഞങ്ങളിത് തിരുത്തും, ഈ നിലയെ ഞങ്ങൾ മനസ്സിലാക്കിയിട്ട് ഇപ്പോഴല്ലേ നിങ്ങൾ പറയുന്നത്. അപ്പം ആ നിലയിലുള്ള ജനകീയമായ ഒരു പ്രവർത്തനം, അതാണ് കഴിഞ്ഞ പാർട്ടി കോൺഗ്രസും അതിനു മുമ്പുമെല്ലാം പാർട്ടി കോൺഗ്രസിന് അപ്പുറം പിന്നെ വേറൊന്നില്ല. നമ്മൾ പ്രവർത്തിക്കുന്ന കമ്മ്യൂണിസ്റ്റുകാർ പ്രവർത്തിക്കുന്ന പാർട്ടിയിലെ അവസാന വാക്ക് പാർട്ടി കോൺഗ്രസ് എന്ത് പറയുന്നു എന്നുള്ളതാണ്. പാർട്ടി കോൺഗ്രസ് പറഞ്ഞിട്ടുള്ളത് അധ്വാനിക്കുന്ന തൊഴിലാളി വർഗത്തിൻ്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതാണ് ഈ പാർട്ടി. ഏതെങ്കിലും തരത്തിൽ അധ്വാനിക്കുന്നവരാണ് കുഴിമടിയന്മാരൊഴികെ ബാക്കി എല്ലാവരും. ആ അർത്ഥത്തിലാണ് ഈ തൊഴിലാളി എന്ന് പറയുമ്പം കായികാധ്വാനം നടത്തുന്ന ഒരാളെന്നുള്ള അർത്ഥത്തിൽ മാത്രമല്ല, അങ്ങനെ ഒരു ധാരണയും നിർവചനവുമുണ്ട്. ബുദ്ധിപരമായി അധ്വാനിക്കുന്നവരും തൊഴിലാളികളാണ്. ആ തൊഴിലാളി വർഗത്തിൻ്റെ നേതൃത്വത്തിൽ ഉള്ള ഈ പാർട്ടി പിന്തുടരേണ്ട പാർട്ടി പ്രവർത്തന ശൈലിയെക്കുറിച്ച് പാർട്ടി കോൺഗ്രസ് പറഞ്ഞിട്ടുണ്ട്. സമൂഹത്തെ വിപ്ലവകരമായി മാറ്റുന്ന ഈ പാർട്ടി പിന്തുടരേണ്ടത് ഒരു മാസ് ലൈനാണ്. ബഹുജനങ്ങളുമായി നിരന്തരം ബന്ധപ്പെട്ട് അവരിൽ നിന്ന് പഠിക്കുകയും അവരെ പഠിപ്പിക്കുകയും ചെയ്യുന്ന ഒരു സമീപനം, അതാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി പിന്തുടരേണ്ടത്. ആ നിലയിലുള്ള ഒരു പാർട്ടിയായി ഇന്ത്യയിൽ CPIM മാറ്റേണ്ടതുണ്ട്.
അതിന് കേരളത്തിന് വലിയ സംഭാവന നൽകാനുണ്ട്. ആ സംഭാവന ഇന്ത്യയിലെ ആ പാർട്ടി അത്തരത്തിൽ വളർത്തിയെടുക്കാനുള്ള ശ്രമം നടക്കട്ടെ. പക്ഷെ നമുക്ക് കേരളത്തിൻ്റെതായ പാരമ്പര്യം ഉപയോഗിച്ചുകൊണ്ട് കേരളത്തിലെ പാർട്ടി ഘടകത്തെ അങ്ങനെ ഒരു ബഹുജന പ്രവർത്തന ശൈലിയുള്ള, ബഹുജന സമരശൈലി പിന്തുടരുന്ന പാർട്ടിയാക്കി മാറ്റാൻ ഈ പാർട്ടി സമ്മേളനങ്ങളെ നമുക്ക് ഉപയോഗപ്പെടുത്താൻ കഴിഞ്ഞാൽ കേരളപ്പിറവിയുടെ 70-ാം വാർഷിക വേളയിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റുകളുടെ പ്രവർത്തനം 3 പതിറ്റാണ്ടുകളുടെ ചരിത്രം പൂർത്തിയാക്കുന്ന ഘട്ടത്തിൽ കേരളത്തിൻ്റെ രാഷ്ട്രീയ ജീവിത ചരിത്രത്തിൽ അഭിമാനകരമായ പുതിയ ഒരു അധ്യായം എഴുതി ചേർക്കാൻ നമുക്ക് കഴിയും. ഈ പ്രവർത്തനമെല്ലാം നമ്മൾ കേരളത്തിൽ നിർവഹിക്കുന്നതിനെ കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ കേരളത്തിൽ മാത്രം ഒതുങ്ങിയും തെറ്റി കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ കഴിയില്ല. കാര്യം ഇന്ത്യയിലെ സംഭവവികാസങ്ങളും ലോകത്തിലെ സംഭവവികാസങ്ങളും നമ്മളെ ബാധിക്കും പലതരത്തിൽ. അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകേണ്ടതില്ല. സാധാരണഗതിയിൽ ലോക രാഷ്ട്രീയ കാര്യങ്ങളും ഇന്ത്യൻ രാഷ്ട്രീയ സാഹചര്യങ്ങളും ഒക്കെ സംബന്ധിച്ച് വിശദമായ പരാമർശങ്ങൾ നടത്തുന്നൊരു പതിവുണ്ട്. അതെല്ലാം സൂക്ഷിച്ച് നടത്തിയില്ലെങ്കിൽ പിന്നെ ചർച്ച നടക്കുമ്പോൾ ഉദ്ഘാടന പ്രസംഗത്തെക്കുറിച്ച് പറയും. എന്തുകൊണ്ട് നിക്കരാഗ്വയിലെ കാര്യത്തെക്കുറിച്ച് പറഞ്ഞില്ല ഉദ്ഘാടന പ്രസംഗത്തിൽ എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ വരും. ഞാനുമൊക്കെ അങ്ങനെ ചർച്ചയിൽ പങ്കെടുത്ത് ചോദിച്ചിട്ടുള്ളതാണ്. ലോക സാഹചര്യത്തെക്കുറിച്ചും ഇന്ത്യൻ രാഷ്ട്രീയ സാഹചര്യത്തെക്കുറിച്ചും വിശദമായി പോകേണ്ട ആവശ്യമില്ല ഇന്നത്തെ സാഹചര്യത്തിൽ. എന്തുകൊണ്ടാണ്? അതെല്ലാം പ്രതിപാദിക്കുന്ന 2 രേഖകൾ, മുമ്പൊക്കെ ഒന്നാണ് രാഷ്ട്രീയ പ്രമേയം മാത്രം, ഇപ്പം 2 രേഖകൾ അച്ചടിച്ചു തരാൻ പോവുകയാണ് അധികം താമസിയാതെ. അപ്പോൾ സാർവദേശീയ ദേശീയ സ്ഥിതികളെ കുറിച്ചെല്ലാം ആ രേഖകളിലുണ്ട്. അന്ന് നമുക്ക് ചർച്ച ചെയ്യാം. എന്നാൽ കേരളത്തിലെ നമ്മുടെ കടമകൾ, കൊല്ലം ജില്ലയിലെ നമ്മുടെ കടമകൾ, ഈ സമ്മേളനത്തിലെ മുഖ്യ ചർച്ച കൊല്ലം ജില്ലയിലെ കടമകളെ കുറിച്ചാണ്. അതിൽ നേട്ടം എവിടെ, കോട്ടം എവിടെ എന്നുള്ളതാണ്. അതിൻ്റെ കൂട്ടത്തിൽ ബാക്കി മേഖലകളെക്കുറിച്ചും നമുക്ക് പരാമർശിക്കാം, വിമർശനമൊക്കെ ഉണ്ടാക്കാം, നടത്താം. അപ്പോൾ രാഷ്ട്രീയ പ്രമേയം വിശദമായി ഇത് സംബന്ധിച്ച് പ്രതിപാദിക്കുമെന്നുള്ളത് കൊണ്ട് ഇന്ത്യയിലെയും ലോകത്തെയും സംഭവവികാസങ്ങളുടെ എല്ലാ കാര്യത്തിലേക്കും പോകുന്നില്ല. അതിന് സമയവുമില്ല. ഉച്ചഭക്ഷണത്തിന് മുമ്പ് തന്നെ പ്രവർത്തന റിപ്പോർട്ടും ചെറിയൊരു ചായയ്ക്ക് വേണ്ടി പിരിഞ്ഞിട്ട് പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിക്കാനുണ്ട്. അപ്പോൾ അതുകൊണ്ട് കൃത്യമായ സമയം പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ വാച്ചൊക്കെ കെട്ടിയിട്ട്, കടം വാങ്ങിച്ച വാച്ചാണ് കെട്ടിയിരിക്കുന്നത്. ലോക രാഷ്ട്രീയത്തിലെ പ്രധാനപ്പെട്ട പ്രവണതകൾ എന്താണ്, അതാണ് നോക്കേണ്ടത്. വിശദാംശങ്ങളിലേക്കല്ല, രാജ്യങ്ങളെല്ലാം പരാമർശിച്ച് പോകണ്ട. 2 തരം പ്രവണതകൾ ലോക രാഷ്ട്രീയത്തിൽ ഇപ്പോൾ കാണാൻ കഴിയും. അതിലൊന്ന്, തീവ്ര വലതുപക്ഷ ശക്തികൾക്ക് ജനങ്ങളുടെ പിന്തുണ തന്നെ കൈവരിച്ചുകൊണ്ട് ഭരണാധികാരത്തിൽ വരാൻ കഴിയുന്നുണ്ട് പലയിടത്തും. അത് 3 വാചകത്തിൽ പറയാം. അതിൻ്റെ കാരണം, ജനങ്ങൾക്കിടയിൽ, തൊഴിലാളികൾക്കിടയിൽ ഉൾപ്പെടെ കടുത്ത അസംതൃപ്തി മുതലാളിത്ത സാമ്പത്തിക നയങ്ങളുടെ പ്രതിസന്ധി മൂലം ഉണ്ടാവുമ്പോൾ വിലക്കയറ്റവും തൊഴിലില്ലായ്മയും, തൊഴിലുണ്ടെങ്കിൽ തന്നെ കിട്ടുന്ന കൂലി കൊണ്ട് ജീവിക്കാൻ വയ്യ, ചെലവ് ചുരുക്കൽ പരിപാടികൾ ചൂഷകവർഗ ഗവൺമെന്റുകളുടേതാണ്. ഓസ്റ്റെറിറ്റി മെഷേഴ്സ് എന്നുള്ള ഒരു വ്യാജ പേരിട്ടിട്ടാണ്. ഓസ്റ്റെറിറ്റി എന്നൊക്കെ പറഞ്ഞാൽ ചെലവ് ചുരുക്കൽ. കണക്കിലേക്ക് ഞാൻ പോകുന്നില്ല. ഈ ചെലവ് ചുരുക്കൽ പരിപാടിയൊക്കെ നടപ്പാക്കുമ്പം ശതകോടീശ്വരന്മാരുടെ സമ്പത്ത് വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ എല്ലാം കണക്കുണ്ട്, ഈ പ്രമേയങ്ങളിൽ വരും. അതൊക്കെ ഞാൻ കുറിച്ച് വെച്ചിട്ടുണ്ടെങ്കിലും സമയക്കുറവുകൊണ്ട് അതെല്ലാം ഞാൻ പറഞ്ഞ്, ഈ കണക്കുകൾ പറയുന്നത് വളരെ വിരസമാണ്. അതുകൊണ്ട് അതിലേക്ക് ഞാൻ കിടക്കത്തില്ല. ഇപ്പൊ അമേരിക്കയിൽ ഡൊണാൾഡ് ട്രംപ് എന്ന് പറയുന്ന വിദ്വാനാണ് 4 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം വീണ്ടും ജയിച്ചിരിക്കുന്നത്. പലരെയും അമ്പരപ്പിക്കുന്നതാണ്. കാര്യം, പരസ്യമായ സ്ത്രീവിരുദ്ധനാണ്, പരസ്യമായ പാരിസ്ഥിതിക വിരുദ്ധ നിലപാടാണ്.
ഈ ആഗോളതാപനം എന്നൊക്കെ പറയുന്നത് ശുദ്ധ തട്ടിപ്പാണ് എന്നാണ്. ഒരു ലജ്ജയുമില്ലാതെ ഏറ്റവും കൂടുതൽ നോബൽ സമ്മാനം നേടിയ ശാസ്ത്രജ്ഞന്മാരുള്ള പ്രിൻസ്റ്റൺ യൂണിവേഴ്സിറ്റിയും സർവകലാശാലകളുമുള്ള രാജ്യമാണ് പറയുമ്പോൾ അമേരിക്ക. ഒരു കൂസലുമില്ലാതെ പറയുക. അപ്പം ആ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. കഴിഞ്ഞ തവണ തെരഞ്ഞെടുപ്പിൽ തോറ്റപ്പോൾ ബലം പ്രയോഗിച്ച് ഞാൻ തോറ്റിട്ടില്ല, ഞാൻ പ്രസിഡന്റായിട്ട് തുടരാൻ പോവുകയാണെന്ന് പറഞ്ഞ് അതിൻ്റെ കേസ്, ഇംപീച്ച്മെന്റ് കേസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെയുള്ള അതിന് പുറമേ മറ്റൊരു തട്ടിപ്പ് കേസിലെ പ്രതിയാണ് അയാൾ. നമ്മുടെ നാട്ടിലൊക്കെ ആണെങ്കിൽ അങ്ങനെയുള്ള ധാരാളം പേര് ഇവിടെ പ്രധാനപ്പെട്ട സ്ഥാനങ്ങളുണ്ടല്ലോ എന്നിപ്പോൾ നിങ്ങൾ ചിന്തിക്കും. എന്നാലും നാട്ടിലൊരു പ്രശ്നമാണ് ഇവിടെ. ഇയാൾക്ക് അതൊന്നുമില്ല. അയാൾ അവിടെ ജയിക്കുന്നു. ഇറ്റലിയിൽ മുസോളിനിയാണ് എൻ്റെ മാതൃക എന്ന് പറയുന്ന ഒരു മഹതി അവിടെ പ്രധാനമന്ത്രിയാണ്. ഹംഗറിയിൽ, പണ്ട് സോഷ്യലിസ്റ്റ് രാജ്യമെന്ന് നമ്മൾ പറയാറുള്ളതാണ് ഹംഗറിയിൽ ഇപ്പോൾ വ്യക്തമായും ഫാസിസ്റ്റ് നയം പിന്തുടരുന്ന ആളാണ് ഭരിക്കുന്നത്. ഇങ്ങനെ പല 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 രാജ്യങ്ങൾ. യൂറോപ്യൻ പാർലമെന്റിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ തീവ്ര വലതുപക്ഷ ശക്തികൾക്ക് വലിയ വിജയമുണ്ടായി. ഫ്രാൻസിൽ തീവ്ര വലതുപക്ഷ ശക്തികൾ ജയത്തിന്റെ വക്കിലെത്തിയപ്പോൾ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ, പാർട്ടികൾ, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉൾപ്പെടെ, പിന്നെ തീവ്ര വലതുപക്ഷമല്ലാത്ത പാർട്ടികൾ, അവരുമൊക്കെ സഹകരിച്ച് തീവ്ര വലതുപക്ഷത്തിനെതിരായി വലിയൊരു മുന്നണി ഉണ്ടാക്കി തീവ്ര വലതുപക്ഷം ഫ്രാൻസിൽ ഭൂരിപക്ഷം നേടുന്നത് തടയാൻ കഴിഞ്ഞെങ്കിലും അവിടെ പ്രസിഡന്റ് നേരിട്ട് തിരഞ്ഞെടുപ്പാണ്. അവിടെ തിരഞ്ഞെടുക്കപ്പെട്ടുള്ള പ്രസിഡന്റിന് ഈ ഇടതുപക്ഷത്തെ സഹിക്കുന്നതിനേക്കാൾ, അയാളുടെ ഭാഷയിൽ സഹിക്കുന്നതിനേക്കാൾ വലതുപക്ഷത്തെ സഹിക്കാനാണ് താല്പര്യം. ഇപ്പം നിങ്ങൾ പത്രത്തിൽ വായിച്ചിരിക്കും, അങ്ങനെ ഒരു വലതുപക്ഷക്കാരനെ പ്രധാനമന്ത്രിയാക്കി. പക്ഷേ അയാൾ പാർലമെന്റിൽ അയാൾക്ക് ഭൂരിപക്ഷം കിട്ടാതെ അയാൾക്ക് അധികാരം വിട്ടുകൊണ്ടു. അപ്പം തീവ്ര വലതുപക്ഷ ശക്തികൾ ലോകത്ത് സ്വാധീനം വർദ്ധിപ്പിക്കുന്നതാണ് ലോകത്തെ ഒരു പ്രധാനപ്പെട്ട പ്രവണത. അതിന് കാരണം ഹിറ്റ്ലറും മുസോളിനിയും പോലും അവിടുത്തെ ചെറുപ്പക്കാരെ, അന്നത്തെ ഇറ്റലിയിലും അന്നത്തെ ജർമ്മനിയിലും ഉണ്ടായിരുന്ന ലോക സാമ്പത്തിക കുഴപ്പത്തിൻ്റെ നാളുകളെ തുടർന്നാണ്. മഹാമാന്ദ്യം 1920കളിലും 30കളിലും ഉണ്ടായി ലോകത്ത്. അപ്പോഴാണ് ഫാസിസം വരുന്നത്. ജർമ്മനിയിലും ഇറ്റലിയിലും അത് അധികാരത്തിൽ വന്നു, ചെറുപ്പക്കാരെ ഇളക്കി വിട്ടുകൊണ്ട്. അപരരാണ്, കുടിയേറ്റക്കാരാണ് പ്രശ്നം, യഹൂദന്മാരാണ് പ്രശ്നം. ആ ജർമ്മനിയിലെ ഹിറ്റ്ലറുടെ കാഴ്ചപ്പാടാണ് ഇന്ത്യയിൽ നമ്മുടെ മുന്നേറ്റത്തിന് നമ്മൾ മാതൃകയാക്കേണ്ടത് എന്ന് പുസ്തകത്തിൽ എഴുതി വച്ചിരിക്കുകയാണ് RSSകാരനായ ഗോൾവൾക്കർ. നമുക്കതറിയാം, കൂട്ടത്തിൽ പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പൊ തീവ്ര വലതുപക്ഷത്തിൻ്റെ ഈ മുന്നേറ്റം ലോകത്ത് നടക്കുമ്പോൾ എന്താണ് സഖാവേ പിന്നെ ഭാവി എന്ന് ചിന്തിക്കുന്നുണ്ടെങ്കിൽ, ഈ തീവ്ര വലതുപക്ഷത്തിൻ്റെ മുന്നേറ്റം മാത്രമല്ല ലോകത്തുള്ളത്. ആ തീവ്ര വലതുപക്ഷത്തെ ചെറുക്കുന്ന ശക്തികൾ ഈ ഓരോ രാജ്യത്തുമുണ്ട്. തൊഴിലാളി സമരങ്ങൾ നടന്നിട്ടുണ്ട് ഈ കാലഘട്ടത്തിൽ, കർഷക സമരങ്ങൾ നടന്നിട്ടുണ്ട്, യുവാക്കളുടെയും വിദ്യാർത്ഥികളുടെയും പോരാട്ടങ്ങൾ നടക്കുന്നുണ്ട്. ലോക ജനസംഖ്യ ഇപ്പൊ 800 കോടിയിൽ ചില്ലുവാനമാണ്. അപ്പൊ ഈ ജനസംഖ്യ എല്ലാം കൂടെ കൂട്ടിയിട്ട് കണക്കാക്കിയപ്പോൾ കണ്ട ഒരു കാര്യം, തീവ്ര വലതുപക്ഷവുമെല്ലാം ലോകത്ത് ആധിപത്യം സ്ഥാപിക്കാൻ ശ്രമങ്ങൾ നടക്കുന്നതിനിടയ്ക്ക് ലോക ജനസംഖ്യയുടെ 1/4 വരുന്ന ഭാഗം, 25%, മുതലാളിത്ത വിരുദ്ധമായ സമത്വത്തിലധിഷ്ഠിതമായ ഒരു സമൂഹത്തിൻ്റെ നിർമ്മിതിക്ക് വേണ്ടിയിട്ടുള്ള പരിശീലനങ്ങളും പരീക്ഷണങ്ങളും നടത്തുന്ന രാജ്യങ്ങളായിട്ടുണ്ട്. അപ്പോൾ 100 പേരെ എടുത്താൽ അതിൽ 25 പേർ ജീവിക്കുന്നത് ഏതുതരം രാജ്യങ്ങളിലാണ്? മുതലാളിത്തത്തിനെതിരായിട്ടുള്ള പോരാട്ടം വിജയിപ്പിക്കാനുള്ള പലതരത്തിലുള്ള ശ്രമങ്ങൾ നടക്കുന്ന രാജ്യങ്ങളിലാണ്. ആ പലതരത്തിലുള്ള എന്ന് പറഞ്ഞതിനകത്ത് എന്തോ ഒരു ഒളിച്ചുകളി ഉണ്ടല്ലോ എന്നുള്ളൊരു ആലോചന വരാം.
ഇതിൽ 5% വരുന്ന രാജ്യങ്ങൾ ലാറ്റിൻ അമേരിക്കയിലെ 1 ഡസൻ രാജ്യങ്ങളുണ്ട്. ഇടതുപക്ഷമാണ്, സോഷ്യലിസ്റ്റ് രാജ്യങ്ങളല്ലത്. ബോറിച്ചിൻ്റെ ചിലി മുതൽ ബൊളീവിയയും മെക്സിക്കോയും നിക്കാരാഗ്വയും നേരത്തെ പറഞ്ഞു എൽസാൽവഡോറും ഒക്കെ അടങ്ങുന്ന ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങൾ. കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ സഹകരിക്കുന്നതും സഹകരിക്കാത്തതുമുണ്ട്. ഇടതുപക്ഷ പരീക്ഷണങ്ങളാണ്. നമ്മൾ ഇന്ത്യയിൽ നോക്കുമ്പോൾ മേലോട്ട് നോക്കിയാലും താഴോട്ട് നോക്കിയാലും നമുക്കെന്ത് കാണാം? മേലോട്ട് നോക്കിയാൽ ഒരു കമ്മ്യൂണിസ്റ്റ് പ്രധാനമന്ത്രിയെ കാണാം. നേപ്പാളിൽ ഓലി, നേപ്പാളിൽ കോൺഗ്രസുമായിട്ട് സഹകരിച്ചിട്ടാണ്. ലോകത്ത് ഏറ്റവും കൂടുതൽ മുൻ കമ്മ്യൂണിസ്റ്റ് പ്രധാനമന്ത്രിമാരുള്ള രാജ്യം എന്ന് ക്വിസിൽ ആരെങ്കിലും ചോദിച്ചാൽ നിങ്ങൾക്ക് കണ്ണുമടച്ച് ഉത്തരം പറയാം, നേപ്പാൾ. പ്രചണ്ഡ സ്ഥാനം ഒഴിഞ്ഞപ്പോഴാണ്, അതും കമ്മ്യൂണിസ്റ്റാണ്. പ്രചണ്ഡ സ്ഥാനം ഒഴിയുമ്പോൾ പിന്നെ വരുന്നതാരാ? അതും കമ്മ്യൂണിസ്റ്റായിട്ടുള്ള ഓലിയാണ്. അപ്പോൾ മുകളിൽ നേപ്പാളിൽ കമ്മ്യൂണിസ്റ്റ് പ്രധാനമന്ത്രിയുണ്ട്. തെക്കോട്ട് നോക്കിയാലോ ഇന്ത്യയുടെ ശ്രീലങ്ക. ആ ശ്രീലങ്കയിലെ കാര്യങ്ങൾ നമ്മൾ കൂടുതൽ പഠിക്കേണ്ടതാണ്, വിസ്മയിപ്പിക്കുന്നതാണ്. അപ്പോൾ ലോകം, കാലം നമുക്കായി ചിലത് കരുതി വെച്ചിട്ടുണ്ട്. വൈരുദ്ധ്യാത്മകമായ സംഭവവികാസങ്ങൾ സമൂഹത്തെ എങ്ങനെയാണ് മാറ്റിമറിക്കുക എന്ന് മുഴുവൻ നമുക്ക് മുൻകൂട്ടി പ്രവചിക്കാൻ കഴിയില്ല. 2 കോടിയിൽ ചില്ലുവാനം ജനസംഖ്യയുള്ള ജനത അവിടെ ഇപ്പോൾ അനുരാ കുമാര ദസ്നായകെ എന്ന് പറയുന്ന ഒരു 56 വയസ്സുകാരനാണ് ഇപ്പോൾ അവിടെ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ പാർട്ടി ജനതാ വിമുക്തി പെരമുന എന്നാണ്, JVP എന്ന ചുരുക്കപ്പേരാണ്. 2017 CPIM ഒക്ടോബർ വിപ്ലവത്തിൻ്റെ ശതാബ്ദി വേളയിൽ, റഷ്യൻ വിപ്ലവത്തിൻ്റെ 100ാം വാർഷിക വേളയിൽ കേരളത്തിൽ കൊച്ചിയിൽ വെച്ച് ഒക്ടോബർ വിപ്ലവം എങ്ങനെ ഏഷ്യൻ രാജ്യങ്ങളിൽ സ്വാധീനം ചെലുത്തി എന്നൊരു സെമിനാർ നടത്തി. അത് നമ്മൾ ക്ഷണിച്ചത് നേപ്പാള്, ബംഗ്ലാദേശ്, പാകിസ്ഥാൻ, ശ്രീലങ്ക തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികളെയാണ്. അപ്പോൾ ശ്രീലങ്കയിൽ ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുണ്ട്, അതോടൊപ്പമുള്ള പാർട്ടിയാണ് ഈ JVP, ജനതാ വിമുക്തി പെരമുന. അവരുടെ പാർട്ടി കാഴ്ചപ്പാടായി വിശദീകരിക്കുന്നത് ഞങ്ങൾ ഒരു മാർക്സിസ്റ്റ് ലെനിനിസ്റ്റ് പാർട്ടി ആണ് എന്നാണ്. വിശദാംശങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല. 1960കളുടെ മധ്യത്തിലാണ് റോഹന വിജുവീര എന്ന് പറയുന്ന ആൾ യുവാവായിരിക്കുമ്പോൾ അദ്ദേഹം ഈ പാർട്ടിക്ക് രൂപം നൽകി, JVP. യാദൃച്ഛികമാണ്. 1978 ഹവാനയിൽ വെച്ച് നടന്ന അന്താരാഷ്ട്ര യുവജന വിദ്യാർത്ഥി മേളയിൽ പ്രകാശ് കാരാട്ടിൻ്റെ നേതൃത്വത്തിൽ ഞങ്ങളെല്ലാം പോയപ്പോൾ ഈ വിജുവീരയും JVPയുടെ പോളിറ്റ് ബ്യൂറോ അംഗങ്ങളായിട്ടുള്ള മുഴുവൻ ആളുകളും ഹവാനയിലുണ്ട്. ചർച്ച നടത്തിയത് അവരുമായി. ഇദ്ദേഹം ചെഗുവേരയുടെ മോഡലിൽ തൊപ്പിയൊക്കെ വെച്ച് സ്വയം ഒരു ചെഗുവേര മട്ടിലാണ്. ചെഗുവേര മോഡലിൽ ഒരു വിമോചന സമരം പുള്ളി 1971 ശ്രീലങ്കയിൽ നടത്തിയിട്ടാണ്, ജയിലിലൊക്കെ കിടന്നിട്ടാണ് വരുന്നത്. ഈ 78. അപ്പോൾ 35 വയസ്സാണുള്ളത്. ഞാൻ കണക്കൂട്ടി നോക്കിയപ്പോൾ കണ്ടത്, ഇപ്പോൾ ശ്രീലങ്കയുടെ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ള ഈ AKD എന്നാണ് അറിയപ്പെടുന്നത്, അനുരാ കുമാര ദിസ്നായകെ. അദ്ദേഹത്തിൻ്റെ നേതാവായിട്ടുള്ള ഈ റോഹന വിജുവീരയെ ഞങ്ങൾ ഹവാനയിൽ വെച്ച് കണ്ട് സംസാരിക്കുമ്പോൾ ഈ AKD അനുരാ കുമാര ദിസ്നായകെ 10 വയസ്സുള്ള ബാലനാണ്. ഇപ്പം അദ്ദേഹത്തിന് 56 വയസ്സാണ്.
പോട്ടെ. അതിനുശേഷം ഇന്ത്യൻ സമാധാന സേന IPKF, ഇന്ത്യൻ പീസ് കീപ്പിംഗ് ഫോഴ്സ്, അവർ ശ്രീലങ്കയിൽ പോയ 87-88 കാലത്ത് ഈ രോഹന വിജൂരയുടെ നേതൃത്വത്തിൽ വീണ്ടും ഭരണാധികാരം പിടിച്ചെടുക്കാനുള്ള ഒരു സായുധ സമരം നടന്നു. ആ സായുധ സമരത്തിൽ വിജൂവീരെ ഉൾപ്പെടെ JVPയുടെ മുഴുവൻ നേതാക്കന്മാരെയും ഒരാൾ ഒഴികെ, ഒരു പോളിറ്റ് ബ്യൂറോ അംഗം ഒഴികെ ബാക്കി എല്ലാവരെയും ശ്രീലങ്കൻ ഗവൺമെന്റ് കൊന്നുകളഞ്ഞു. അതായത് 60,000-ഓളം കൂട്ടക്കുരുതി അന്ന് നടക്കുകയുണ്ടായി. അതിനുശേഷം യുവജന വിദ്യാർത്ഥി രംഗത്ത് നിന്ന ഈ AKD അതിന് നേതൃത്വത്തിലേക്ക് വന്നു. ജനാധിപത്യ രാഷ്ട്രീയ പ്രവർത്തനം, ഈ സായുധ സമരം എന്നുള്ള പരിപാടി മാറ്റിവെച്ചുകൊണ്ട് അദ്ദേഹം പൊതുരാഷ്ട്രീയ പ്രവർത്തനം, ട്രേഡ് യൂണിയൻ ഉണ്ടാക്കുക, വിദ്യാർത്ഥി സംഘടന ഉണ്ടാക്കുക, യുവജന സംഘടന ഉണ്ടാക്കുക, ഇങ്ങനെല്ലാം മാറി. ചുരുക്കി പറഞ്ഞാൽ അദ്ദേഹം ഐക്യമുന്നണി ഗവൺമെന്റിൽ മന്ത്രിയായും 1 വർഷം പ്രവർത്തിച്ചിട്ടുണ്ട്. ചന്ദ്രിക കുമാരതുംഗയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റിൽ 1 വർഷം മന്ത്രിയായി പ്രവർത്തിച്ചു. രാഷ്ട്രീയമായ അഭിപ്രായ വ്യത്യാസം വെച്ച് രാജിവെച്ചു. 5 വർഷം മുമ്പ് ശ്രീലങ്കയിൽ നടന്ന പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ ഈ AKD മത്സരിച്ചു. 4% താഴെ വോട്ടാണ് കിട്ടിയത്. അന്ന് പാർലമെന്റിലേക്ക് മത്സരിച്ചു. 3 പേരോ മറ്റുമാണ് ഇവരുടെ പാർട്ടിയിൽ നിന്നും പാർലമെന്റിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടത്. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, 2022 അവിടെ വമ്പിച്ച ഒരു ബഹുജന മുന്നേറ്റം, ഒരു അപ്രൈസിംഗ് അവിടുത്തെ പിന്തിരിപ്പൻ ഭരണാധികാരികൾക്ക് നേരെ ഉണ്ടായി. അതൊരു സ്വയംഭൂവായ സമരം എന്നുള്ള പ്രതീതിയാണ് സൃഷ്ടിച്ചതെങ്കിലും അംഗീകൃത രാഷ്ട്രീയ പാർട്ടികളെ ഒന്നും ആ സമരക്കാർ അവരുടെ സമരവേദികളിലേക്ക് എത്താൻ അനുവദിച്ചിരുന്നില്ല. എങ്കിലും ഈ അനുരാ കുമാര ദിസ്നായകെ, JVPയുടെ നേതാവ്, എൻ്റെ പ്രസിഡന്റായിട്ടാണ് അദ്ദേഹം പോയിട്ടുള്ളത്, അദ്ദേഹം ഇവർക്ക്, ഈ സമരക്കാർക്ക് സ്വീകാര്യനായിരുന്നു. ആ സമരവുമായി സമരസപ്പെടാൻ JVP പാർട്ടി എന്നുള്ള നിലയിൽ പോയില്ല. അവരുടെ വിദ്യാർത്ഥി വിഭാഗമെല്ലാം 2022 അവിടുത്തെ ഭരണാധികാരികളെല്ലാം രാജ്യം വിട്ടു ഓടിപ്പോയ സമരമാണ്. ആ സമരത്തിനുള്ളിൽ അടവുപരമായി ചേർന്ന് നിന്ന് ബഹുജന വികാരത്തിന് സമരരൂപം നൽകുന്ന ശ്രീലങ്കയിലെ രാഷ്ട്രീയ സംഭവവികാസങ്ങളെ കരുതലോടുകൂടി ഉപയോഗപ്പെടുത്താൻ AKDക്ക്, അനുരാ കുമാര ദിസ്നായക്ക് കഴിഞ്ഞു. അത് കഴിഞ്ഞ് പ്രസിഡന്റ് തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കപ്പെട്ടു. അപ്പോൾ അവിടുത്തെ വ്യവസ്ഥാപിത പാർട്ടികൾ, അവിടുത്തെ BJPയും കോൺഗ്രസും ഒക്കെ മത്സരിക്കുന്നുണ്ട്. JVP എന്നുള്ള നിലയിലല്ല മത്സരിച്ചത്. ജനകീയ രാഷ്ട്രീയ അധികാരം, നാഷണൽ പീപ്പിൾസ് പവർ, NPP എന്നൊരു വിശാല വേദി ഉണ്ടാക്കി. അതിൽ 10-21 സംഘടനകളുണ്ട്. ആ സംഘടനകൾ പല മേഖലകളിലും പ്രവർത്തിക്കുന്നവരാണ്. പ്രൊഫഷണൽസിന്റെ സംഘടനയുണ്ട്, യുവാക്കളുടെ സംഘടനയുണ്ട്. ഇത് ചേർന്നുകൊണ്ട് നമ്മൾ ഈ താരതമ്യപ്പെടുത്തുമ്പോൾ തെറ്റിദ്ധാരണ വേണ്ട, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എന്ന വിശാലമായൊരു വേദി രൂപപ്പെടുത്തണമെന്നൊക്കെ പറയുന്നത് പോലെ ഈ JVP എന്നുള്ള പേര് മുമ്പിൽ വെക്കാതെ നാഷണൽ പീപ്പിൾസ് പവർ എന്ന ഒരു മുന്നണി രൂപവൽക്കരിച്ച് അതിൻ്റെ സ്ഥാനാർത്ഥിയായിട്ടാണ് ഈ AKD മത്സരിക്കുന്നത്. ചെറുപ്പക്കാരനാണ്, വലിയ തോതിൽ ജനസ്വീകാര്യത അദ്ദേഹത്തിന് സൃഷ്ടിച്ചെടുക്കാൻ കഴിഞ്ഞു. യഥാർത്ഥത്തിൽ ഇന്ത്യയിലെ കേന്ദ്ര ഗവൺമെന്റിന്റെ നേതൃത്വത്തിന് തന്നെ ഈ അനുരാ കുമാര ദിസ്നായകെ ശ്രീലങ്കയിലെ ഒരു പ്രധാന രാഷ്ട്രീയ ശക്തിയായിട്ട് മാറുന്നുണ്ട് എന്ന് അവർക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. എന്തായാലും തെളിവ്, തെരഞ്ഞെടുപ്പ് ഒക്കെ ചൂടുപിടിച്ചു വരുന്നതിനിടയ്ക്ക് ഇന്ത്യ ഗവൺമെന്റ് ക്ഷണിച്ചു ഈ AKDയെ ഡൽഹി സന്ദർശിക്കാൻ. അതിനുശേഷം അദ്ദേഹം കേരളം സന്ദർശിക്കണമെന്ന് നമ്മളെ ബന്ധപ്പെട്ട് പറഞ്ഞു.
അപ്പം ഔപചാരികമായി കേരളം സന്ദർശിക്കാൻ പ്രോട്ടോകോൾ അനുസരിച്ച് ചില പ്രശ്നങ്ങളുണ്ട്. അനൗപചാരികമായി വന്നു. അദ്ദേഹം താമസിച്ച ഹോട്ടലിൽ സഖാവ് സീതാറാം യെച്ചൂരി ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ കൊറിഡോറിൽ വെച്ച് ഇവർ രണ്ടുപേരും ചേർന്നൊരു ഫോട്ടോ എടുത്തിട്ടുണ്ട്. സെൽഫോണിലോ മറ്റും എടുത്തതായിരിക്കും. സഖാവ് പി രാജീവിന് യാദൃച്ഛികമായി ഇതുപോലെ ഈ AKDയെ കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പം ശ്രീലങ്ക ഇടതുപക്ഷ രാഷ്ട്രീയത്തിൻ്റെ ഭാവി സംബന്ധിച്ച ചില പുതിയ പ്രതീക്ഷകൾ നൽകുന്നു. പ്രസിഡന്റ് സ്ഥാനത്തേക്ക് അദ്ദേഹം 2-3 വട്ടം വോട്ടെണ്ണിക്കൊണ്ടാണ് അദ്ദേഹം വിജയം പ്രാപിച്ചത്. 50%-ലധികം വോട്ട് ഒന്നാം വട്ട എണ്ണലിൽ ഉണ്ടായില്ല. അവിടെ വീണ്ടും തെരഞ്ഞെടുപ്പല്ല, വീണ്ടും വോട്ടെണ്ണലാണ്. സെക്കൻഡ് പ്രിഫറൻസ് വോട്ടൊക്കെ എങ്ങനെയെന്ന് നോക്കിയിട്ടാണ്. പക്ഷെ പ്രധാനപ്പെട്ട കാര്യം, ഏതാനും ആഴ്ചകൾക്കുള്ളിൽ അവിടെ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചു. അനുരാഗ് കുമാര ദിസ്നായകെ ആ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ എന്ത് സംഭവിക്കുമെന്നുള്ള ആകാംക്ഷ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഈ നാഷണൽ പീപ്പിൾസ് പവർ JVP 3/2 ഭൂരിപക്ഷം പാർലമെന്റ് തെരഞ്ഞെടുപ്പിലും നേടിയെടുക്കുകയുണ്ടായി. തൊട്ട് മുമ്പ് നടന്ന തെരഞ്ഞെടുപ്പിൽ, 5 വർഷം മുമ്പ് നടന്ന തെരഞ്ഞെടുപ്പിൽ 3 സീറ്റാണ് കിട്ടിയത്. പ്രൊഫഷണൽ പശ്ചാത്തലമുള്ള ഒരു യുവതിയാണ്, 52-53 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു യുവതിയാണ് അവിടെ പ്രധാനമന്ത്രിയായി ഇപ്പോൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം അമിതമായ ആവേശമോ പ്രതീക്ഷയോ ഇതിനകത്ത് വെക്കണമെന്നില്ല. പല പല മാറ്റം മറിച്ചിലുകളും രാഷ്ട്രീയത്തിലുണ്ടാവും. പക്ഷെ ഇപ്പോൾ ശ്രീലങ്ക നൽകുന്ന പാഠം, ഇടതുപക്ഷ ജനകീയ രാഷ്ട്രീയത്തിന് ജനങ്ങളെ ബന്ധപ്പെട്ട് അവരുമായി ആശയവിനിമയം നടത്താൻ കഴിഞ്ഞാൽ വിസ്മയകരമായ സ്വാധീനം ജനങ്ങളിൽ ചെലുത്താനും ജനങ്ങളുടെ അംഗീകാരം നേടിയെടുക്കാനുമുള്ള സാധ്യതയുടെ ഒരു മാതൃക ശ്രീലങ്കയിലുണ്ട് എന്ന് നമുക്ക് കാണാൻ കഴിയും. അന്തർരാഷ്ട്രീയ കാര്യങ്ങളെക്കുറിച്ച് പറയുമ്പോൾ പാലസ്തീനെക്കുറിച്ച് പറയാതെ മുന്നോട്ട് പോകാൻ കഴിയില്ല. പാലസ്തീനെക്കുറിച്ച് നമ്മളെല്ലാം ഒരുപാട് വേദികളിൽ ഒരുമിച്ച് സംസാരിച്ചിട്ടുണ്ട്. പാലസ്തീൻ അതിൻ്റെ വിമോചനത്തിന് വേണ്ടി നടത്തുന്ന സ്ഥിരവും സാഹസികവും ത്യാഗപൂർണവുമായ സമരം, ആ സമരത്തെ ചോരയിൽ മുക്കിക്കൊള്ളുന്നത് സയനിസ്റ്റുകളായിട്ടുള്ള ഇസ്രയേലാണ്. അതിന് പിന്തുണ കൊടുക്കുന്ന അമേരിക്കൻ സാമ്രാജ്യത്വമാണ്. എല്ലാ ലോക നിയമങ്ങളെയും ലംഘിച്ചുകൊണ്ടുള്ള വംശഹത്യാപരമായ ആക്രമണമാണ് അവിടെ നടക്കുന്നത്. അവിടുത്തെ ചോരക്കുരുതിയുടെ മറ്റ് വിവരങ്ങൾ അത് പലതവണ നിങ്ങളെല്ലാം കേട്ടിട്ടുണ്ടാവും. നിങ്ങളെല്ലാം അത് വിവരിക്കുന്നവരാണെന്നുള്ളത് കൊണ്ട് അതിൻ്റെ വിശദാംശത്തിലേക്ക് ഞാൻ പോകുന്നില്ല. പക്ഷേ ട്രംപ് അമേരിക്കൻ പ്രസിഡന്റ് ആയിരിക്കുന്നതോടുകൂടി വലിയ മാറ്റം ഇസ്രയേൽ സയനിസ്റ്റുകൾക്ക് അനുകൂലമായും പാലസ്തീൻ വിമോചന സ്വപ്നങ്ങൾക്കെതിരായും സംഭവിക്കാനുള്ള സാധ്യതകളുണ്ട്. ജോ ബൈഡൻ ഇസ്രയേലിനെ സഹായിച്ചിരുന്നു, പാലസ്തീൻ അനുകൂലമായിരുന്നില്ല. എന്നാൽ ജോ ബൈഡൻ ഇടയ്ക്ക് നിങ്ങൾ ഇത്രയൊക്കെ ചെയ്യണോ എന്നൊക്കെ ചോദിച്ചിരുന്നു. ഇങ്ങനെ നിങ്ങൾ തുടരുകയാണെങ്കിൽ നിങ്ങൾക്ക് ചില പ്രത്യേകതരം മാരകായുധങ്ങൾ നൽകില്ല എന്നൊക്കെ ഒരു ഘട്ടത്തിൽ പറഞ്ഞു. അതുകൊണ്ട് വലിയ കാര്യമുണ്ടോ ഇല്ലയോ നിർത്തിവിടാം. പക്ഷെ അങ്ങനെ യാതൊരു ബെല്ലും ബ്രേക്കുമില്ലാതെ പാലസ്തീൻ എന്ന ആശയത്തെ ഭൂമുഖത്തു നിന്ന് തുടച്ചു നീക്കണം എന്ന് സയനിസ്റ്റ് ഇസ്രയേലിനോട് നിർദ്ദേശിക്കുന്ന മനോഭാവക്കാരനാണ് ഈ ഡൊണാൾഡ് ട്രംപ്. ഈ ജനുവരിയിൽ ട്രംപ് ഔപചാരികമായി പ്രസിഡന്റ് പദം ഏറ്റെടുക്കുമ്പോൾ അതിൻ്റെ പ്രത്യാഘാതങ്ങൾ ലോകത്ത് പലതരത്തിലുണ്ടാവും. അത് ഏറ്റവും കൂടുതൽ വിപരീതമായി, മനുഷ്യത്വ വിരുദ്ധമായി പ്രാവർത്തികമാകാനിടയുള്ളത് പാലസ്തീൻ്റെ കാര്യത്തിലാണ്. ഇപ്പോൾ ഇന്നലെയും ഇന്നുമായി നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സിറിയയിലെ സംഭവവികാസങ്ങളാണ്. സങ്കീർണമാണ് സിറിയയിലെ സംഭവവികാസങ്ങൾ. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇസ്രയേലിന് കൂടുതൽ ആഹ്ലാദം നൽകുന്നതാണ് സിറിയയിലെ സംഭവവികാസം. അവിടെ ഭരണാധികാരി ഇരുന്ന അസാദ് ജനാധിപത്യവാദിയായ ഒരു ഭരണാധികാരി അല്ല. ഒരുപാട് ക്രൂരകൃത്യങ്ങൾ സിറിയയിൽ ചെയ്തുകൊണ്ടിരുന്നയാളാണ്. പക്ഷെ അമേരിക്കയുടെ ആജ്ഞകൾ അനുസരിക്കുകയില്ല എന്നൊരു വ്യത്യാസം ഈ അസാദിനുണ്ടായിരുന്നു.
അസാദ് പോയത് ഇസ്രയേലിന് സന്തോഷമാണ്, ട്രംപിന് സന്തോഷമാണ്. പക്ഷെ ആരാ വന്നിരിക്കുന്നത് അവിടെ? അസാദ് ഒരുപാട് ക്രൂരത ചെയ്തു എന്ന് പറയുന്നു, അത് യാഥാർത്ഥ്യമാണ്. പക്ഷേ വറചട്ടിയിൽ നിന്ന് എരുതിയിലേക്ക് എന്ന് പറയുന്ന അതേ സ്ഥിതിയാണ് സിറിയയെ സംബന്ധിച്ചിടത്തോളം സംഭവിക്കുന്നത്. ഏറ്റവും വിധ്വംസകമായ, സ്ത്രീവിരുദ്ധമായ, പ്രതിലോമപരമായ സമീപനമെടുക്കുന്ന ഇസ്ലാമിസ്റ്റ് അൽ-ഖ്വയ്ദയിൽ പരിശീലിപ്പിക്കപ്പെട്ട ആളാണ് ഇപ്പോൾ അവിടുത്തെ ഭരണമേറ്റെടുത്തിരിക്കുന്ന കൂട്ടത്തിൻ്റെ തലവനായി മാറിയിരിക്കുന്നത്. ഉക്രൈനും ലോക സംഭവവികാസങ്ങളുമായി ബന്ധപ്പെട്ട് പരാമർശിക്കാതെ വയ്ക്കൂടാ. ഉക്രൈൻ്റെ കാര്യത്തിൽ ഷെലൻസ്കിക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും ഈ നമ്മുടെ ട്രംപ് വന്നത്. ബൈഡൻ ഉക്രൈനെ സഹായിക്കാൻ സമ്പത്തും പൈസയൊക്കെ അയച്ചു കൊടുക്കും. അക്കാര്യത്തിൽ ട്രംപിന്റെ സമീപനം എന്താ? യൂറോപ്പിലുള്ള എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അവിടെ പണം ചെലവാക്കാനൊന്നും ഞാനില്ല, അത് നിങ്ങൾ നോക്കിക്കോണം എന്ന് പറയുന്ന സമീപനമാണ് ട്രംപിനുള്ളത്. ഇപ്പം തന്നെ റഷ്യയുമായി, പുടിനുമായി സംസാരിച്ച് എന്തെങ്കിലും തരത്തിൽ ഒത്തുതീർപ്പുണ്ടാക്കാൻ അധികം സമയം വൈകിക്കൂടാ എന്നുള്ള ബോധത്തിലേക്ക് ഉക്രൈനിലെ ഭരണാധികാരികൾ എത്തിയിട്ടുണ്ട്. പിന്നെ മുൻകൂട്ടി പ്രവചിക്കാൻ പറ്റാത്ത തരത്തിലാണ് ട്രംപിൻ്റെ കാര്യത്തിൽ. ആകെ നമുക്ക് പ്രവചിക്കാൻ പറ്റുന്നത് അയാളുടെ കാര്യത്തിൽ ഒന്നും പ്രവചിക്കാൻ പറ്റില്ല എന്നുള്ളതാണ്. പിന്തിരിപ്പനാണ്, യാഥാസ്ഥികനാണ്, പ്രതിലോമവാദിയാണ്, പരിസ്ഥിതി വിരുദ്ധനാണ്, സ്ത്രീ വിരുദ്ധനാണ് എന്നെല്ലാമുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അയൽ രാജ്യങ്ങളിലെ സംഭവവാസങ്ങളുണ്ട്. ബംഗ്ലാദേശിൽ സങ്കീർണമായി ചെയ്യാനുള്ളത്. ഇന്ത്യയുടെ ദൃഷ്ടികോണിലൂടെ നോക്കുമ്പോൾ ഇന്ത്യയുടെ ഒരു അയൽ രാജ്യവുമായി ഇപ്പോൾ നല്ല ബന്ധമില്ല എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം. അത് മോഡി ഗവൺമെൻറ്റിൻ്റെ പ്രത്യേക പ്രവർത്തന ശൈലിയുടെ കൂടെ ഒരു പരാജയമായിട്ടാണ് കാണാൻ കഴിയുക. ലോക സാഹചര്യങ്ങൾ വിലയിരുത്തുമ്പോൾ ഒരു കാര്യം കൂടി പറയേണ്ടതുണ്ട്. പറയേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്, സമയപരിമിതി അതിലേക്ക് കിടക്കുന്നില്ല. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഏകധ്രുവലോകമായിരിക്കണം. ഇപ്പം ട്രംപിൻ്റെ ഒരു പ്രധാനപ്പെട്ട മുദ്രാവാക്യം മഗ എന്നാണ്. MAGA. എന്താണത്? മേക്ക് അമേരിക്ക ഗ്രേറ്റ് എഗെയിൻ. അതിൻ്റെ ചുരുക്കമാണ് മഗ. അപ്പോൾ ലോകത്ത് മുഴുവൻ അമേരിക്ക പറയുന്നത് കേൾക്കുന്നവരുണ്ടാവണം എന്ന തരത്തിലൊരു ഏകധ്രുവ ലോകമായിരിക്കണം ലോകം എന്ന നീക്കമാണ്. അതിനെതിരെ ബൃഹധ്രുവ ലോകമാകാനുള്ള ചില പ്രവണതകൾ മുമ്പ് ഉണ്ടായിട്ടുണ്ട്. അതിപ്പോഴും തുടരുന്നുണ്ട്. അതിപ്പോൾ തുടരുന്നതിൻ്റെ ഒരു ഉദാഹരണം ബ്രിക്സ് എന്ന കൂട്ടായ്മ. അത് ബ്രസീലിൽ ബോൾസനറോ തോറ്റു, ലുലാ ഡി സിൽവ വന്നതോടുകൂടി ബ്രിക്സ് വീണ്ടും കുറച്ച് സജീവമായി പ്രവർത്തിക്കുന്ന സാഹചര്യമുണ്ട്. ഡോളറിനു പകരം ബദൽ അന്താരാഷ്ട്ര നാണയങ്ങൾ വികസിപ്പിച്ചെടുക്കാനുള്ള അന്വേഷണങ്ങളും ലോകത്ത് നടക്കുന്നുണ്ട്. അപ്പോൾ ഏകധ്രുവ ലോകത്തിൽ നിന്ന് ലോകം മാറി നടക്കാൻ നടത്തുന്ന ചില ശ്രമങ്ങൾ, അതിനനുകൂലമായ ചില പ്രവണതകൾ ലോകത്തുണ്ട് എന്നുള്ളതാണ് ലോക സ്ഥിതിഗതികളെ പൊതുവിൽ അവലോകനം ചെയ്യുമ്പോൾ നമ്മുടെ ശ്രദ്ധയിൽപ്പെടുന്ന കാര്യം. ഇന്ത്യയിൽ ഒടുവിൽ നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ കാര്യം നമ്മൾ പറയാറുണ്ട്. 400 സീറ്റിലെത്തും എന്ന അവകാശവാദം ഉന്നയിച്ചവർക്ക് 2014 തെരഞ്ഞെടുപ്പിലും 2019 തെരഞ്ഞെടുപ്പിലും തനിച്ച് ഭൂരിപക്ഷം കിട്ടിയ BJPക്ക് 2021 തനിച്ച് ഭൂരിപക്ഷം പോയി എന്നുള്ളത് അവർക്കൊരു തിരിച്ചടിയാണ്. എന്നാൽ അതിൽ നിന്നും എന്തെങ്കിലും പാഠം BJPയും RSSും പഠിക്കും എന്ന് നമ്മളാരും കരുതിയിട്ടില്ല. അവർ വളരെ അപകടകരമായ പാതയിലൂടെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, യാതൊരു മര്യാദയുമില്ലാത്ത ഇടപെടലുകൾ, ഭരണകൂട സ്ഥാപനങ്ങളെ മുഴുവൻ വരുതിയിലാക്കുന്ന നീക്കങ്ങൾ. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്ക് പോയത് തന്നെ ചരിത്രത്തിലില്ലാത്ത വിധം 2 പ്രതിപക്ഷ മുഖ്യമന്ത്രിമാരെ ജയിലിലടച്ചുകൊണ്ടാണ്, അല്ലേ?
തിരിച്ചടിയേറ്റതിന് ശേഷം ഇപ്പോൾ നടന്ന ഉപതെരഞ്ഞെടുപ്പുകളിൽ കണ്ടർക്കി എന്ന് പറയുന്ന ഉത്തർപ്രദേശിലെ മണ്ഡലം കഴിഞ്ഞ 30 വർഷമായി BJP ജയിക്കാത്ത മണ്ഡലമാണ്. അവിടെയാണ് ഉപതെരഞ്ഞെടുപ്പ് വന്നത്. അവിടെ 60% ജനങ്ങൾ മുസ്ലിം ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ടവരാണ്. BJP ഭരണത്തിൻ്റെ അതിക്രമങ്ങൾ അവർക്കറിയാം. പക്ഷെ ആ സീറ്റ് ഇപ്പോൾ BJP ജയിച്ചിരിക്കുകയാണ്. എങ്ങനെയാണ് ജയിച്ചത്? എന്തെങ്കിലും കാസ്റ്റ് കമ്മ്യൂണൽ എഞ്ചിനീയറിങ്ങിലൂടെയാണോ? എഞ്ചിനീയറിങ്ങിലൂടെ അല്ല, വളരെ ലളിതമാണ്. തങ്ങൾക്കെതിരായിട്ട് വോട്ട് ചെയ്യും എന്നറിയാവുന്ന ഈ ന്യൂനപക്ഷത്തിൽപ്പെട്ടവർ വോട്ട് ചെയ്യാൻ വരണ്ട എന്ന വിലക്ക് അവരങ്ങ് നടപ്പാക്കുകയാണ്. നമുക്ക് സങ്കല്പിക്കാൻ കഴിയാത്തതാണ്. ഇവിടെല്ലാം ഉണ്ട് എന്നൊക്കെ ചിലർ പ്രചരിപ്പിക്കുന്നതാണ്. പാർട്ടി ഗ്രാമങ്ങളുണ്ട്, മറ്റേതാണ് മറിച്ചതാണെന്ന് വൈകുന്നേരത്തെ ചർച്ചകൾ നടക്കുന്നുണ്ട്. UP യിൽ നടന്നത് എന്താണെന്ന് പോയിട്ട് അന്വേഷിക്കണം ആ ചർച്ചകൾ നടത്തുന്നവർ. ഒരു സ്ഥലത്ത് ഒരു പോലീസ് ഓഫീസർ പിസ്റ്റൾ ചൂണ്ടി വോട്ട് ചെയ്യാൻ വരുന്നവരെ ഭയപ്പെടുത്തി പിന്തിരിപ്പിച്ച തെളിവുകൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ ലഭ്യമാണ്. കാൺപൂരിനടുത്തുള്ള മറ്റൊരു മണ്ഡലത്തിൽ സമാജ്വാദി പാർട്ടിയിലെ സ്ത്രീകൾ സംഘടിതരായി തങ്ങൾക്ക് വോട്ട് ചെയ്യാനുള്ള അവകാശം ധീരമായും സാഹസികമായും പൊരുതി നേടിയെടുത്ത അനുഭവവും UP യിൽ കാൺപൂരിനടുത്തൊരു മണ്ഡലത്തിലുണ്ട്. അങ്ങനെ വ്യത്യസ്തമായി. പക്ഷേ BJPയും കൂട്ടരും വളരെ കൃത്യമായി ഞങ്ങൾക്ക് വോട്ട് ചെയ്യില്ല എന്നുള്ളവർ വോട്ട് ചെയ്യാൻ വേണ്ട. ഇതാണ് മതപരിവർത്തന നിയമം എന്ന പേരിലുള്ള നിയമം ന്യൂനപക്ഷങ്ങളെ വേട്ടയാടാൻ വേണ്ടി ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. 2 സ്ഥലങ്ങളിൽ, ബറേലിയിൽ 2 സ്ഥലങ്ങളിൽ അറസ്റ്റ് ചെയ്ത ആളെ ജയിലടച്ചു. അവർ ചെയ്ത കുറ്റം എന്താണ്? ബൈബിൾ അവരുടെ വീട്ടിൽ നിന്ന് കണ്ടെടുത്തു. നിയമവിരുദ്ധമായ ഒരു ഗ്രന്ഥമാണ് യോഗി ആദിത്യനാഥിൻ്റെ ഉത്തർപ്രദേശിൽ ബൈബിൾ. ബൈബിൾ മാത്രമല്ല, ഖുറാനും നിയമവിരുദ്ധ ഗ്രന്ഥമാണ്. മുസ്ലിമാണെന്ന് തിരിച്ചറിയുന്ന പേരുണ്ടെങ്കിൽ അവർ അരക്ഷിതാവസ്ഥയിലാണ് ഉത്തർപ്രദേശിൽ. ഇങ്ങനെ അപകടകരമായ ഒരു സ്ഥിതിവിശേഷം ഉണ്ടായിരിക്കുന്നു. ആ സ്ഥിതിവിശേഷത്തിനിടയിലാണ് ശേഖർ കുമാർ യാദവ്. ശേഖർ കുമാർ യാദവ് എന്ന് ഞാൻ പറഞ്ഞ് തെറ്റിപ്പോയി. അങ്ങനെ പറയാൻ പാടില്ല. എന്തുകൊണ്ടാ? അദ്ദേഹം അലഹബാദ് ഹൈക്കോടതിയിലെ ജഡ്ജിയാണ്. അപ്പൊ എങ്ങനെ പറയണം? ജസ്റ്റിസ് ശേഖർ കുമാർ യാദവ് എന്ന് പറയണം. പക്ഷേ ജസ്റ്റിസ് ശേഖർ കുമാർ യാദവ് എന്ന് ഈ വിദ്വാനെ വിളിക്കുന്നതിന് യാതൊരു ന്യായീകരണവുമില്ല. വിശ്വ ഹിന്ദു പരിഷത്തിന്റെ ഒരു സമ്മേളനത്തിൽ പോയി പങ്കെടുക്കുകയാണ് ഇദ്ദേഹം. പോട്ടെ, പങ്കെടുത്തിട്ട് അദ്ദേഹം എന്താ പറഞ്ഞത്? ഇത് ഹിന്ദുസ്ഥാനാണ്. ഹിന്ദുസ്ഥാനെന്ന് ഇന്ത്യൻ ഭരണഘടനയിലില്ല. ഇന്ത്യ ദാറ്റ് ഈസ് ഭാരത് എന്നാണുള്ളത്. ഇത് ഹിന്ദുസ്ഥാനാണ്. ഭരണഘടന തൊട്ട് സത്യപ്രതിജ്ഞ ചെയ്തിട്ടാണ് ജഡ്ജിമാരെല്ലാം അധികാരമേറ്റെടുക്കുന്നത്. ഈ ശേഖർ കുമാർ യാദവ് എന്ന വിദ്വാൻ അദ്ദേഹം വിശ്വ ഹിന്ദു പരിഷത്തിന്റെ യോഗത്തിൽ പറയുന്നു, ഇത് ഹിന്ദുസ്ഥാനാണ്. ഈ ചില മുല്ലമാരെല്ലാം ഇവിടെ ചിലത് പറഞ്ഞു നടക്കുന്നുണ്ട്. അതൊന്നും കേട്ടില്ലെന്നടിച്ച് നമുക്ക് അവഗണിക്കാൻ പറ്റില്ല. അതിനെയൊക്കെ വേണ്ടതുപോലെ നേരിടണം. ഇവിടെ നമ്മൾ ഭൂരിപക്ഷം എന്ത് തീരുമാനിക്കുന്നുവോ അതാണ് നടക്കേണ്ടത്. നഗ്നമായ ഭരണഘടനാ ലംഘനം ഉത്തർപ്രദേശിലെ ഹൈക്കോടതി ജസ്റ്റിസ് ആയി തുടരുന്ന ശേഖർ കുമാർ യാദവ് നടത്തിയിരിക്കുന്നു. ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നമ്മുടെ രാജ്യത്തിലെ പ്രതിപക്ഷ പാർട്ടിക്ക് ഇതൊരു വിഷയമല്ല. ഇതുവരെ, ഇന്ന് രാവിലെ വരെ ഞാനൊരു പ്രതികരണവും കണ്ടില്ല. ഇന്ന് പാർലമെന്റ് ഉണ്ടല്ലോ, എന്തെങ്കിലും പറയുമെന്ന് പറഞ്ഞു. പക്ഷെ ഈ ചെങ്കൊടി പ്രസ്ഥാനം
ഭരണഘടനാ തത്വങ്ങളെയും ജനാധിപത്യത്തെയും മതേതരത്വത്തെയും ആര് ലംഘിക്കാൻ മുന്നോട്ട് വന്നാലും അതിനെതിരായി പൊരുതും ഈ ചെങ്കൊടി പ്രസ്ഥാനം എന്നതിൻ്റെ തെളിവാണ് CPIM പോളിറ്റ് ബ്യൂറോ അംഗം സഖാവ് ബൃന്ദാക്കാരാട്ട് ഇന്ത്യയുടെ ചീഫ് ജസ്റ്റിസിന് ഇന്നലെ കത്തെഴുതി. ഈ പ്രസംഗം നടത്തിയത് മെനഞ്ഞാന്നാണ്, ഡിസംബർ 8-ാം തീയതിയാണ്. ഇന്ന് 10-ആണ്. ഡിസംബർ 9-ാം തീയതി ഇന്നലെ ഇപ്പോഴത്തെ ചീഫ് ജസ്റ്റിസിന് കത്തെഴുതി. പ്രയോജനം ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കാം. ഇതിന് തൊട്ട് മുമ്പത്തെ ചീഫ് ജസ്റ്റിസ് ഉണ്ട്, ചന്ദ്രചൂഡ്. വേറൊരു ചീഫ് ജസ്റ്റിസായിരുന്ന ചന്ദ്രചൂഡിൻ്റെ മകൻ ചന്ദ്രചൂഡും ചീഫ് ജസ്റ്റിസായി. അദ്ദേഹം ചെയ്തിട്ടുള്ളത് രാജ്യത്തോടും ഭരണഘടനയോടുമുള്ള കൊലച്ചതിയാണ്. സ്വന്തം ചുമതലയിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നതിന് മുമ്പ് ചീഫ് ജസ്റ്റിസായിരുന്ന ചന്ദ്രചൂഡ് ചെയ്തത്. അദ്ദേഹത്തെക്കുറിച്ച് ചില പ്രതീക്ഷകളൊക്കെ പലർക്കും ഉണ്ടായിരുന്നു. അദ്ദേഹം വളരെ കൗശലപൂർവ്വമാണ് വിധികൾ പറഞ്ഞിരുന്നത്. അത് ശ്രദ്ധിച്ചിട്ടുള്ളവരുണ്ടാകും. ചില വിധികൾ വായിക്കുമ്പോൾ കൊള്ളാമല്ലോ, ഇങ്ങനൊരു വിധി പറഞ്ഞല്ലോ, ഇയാൾക്ക് ജാമ്യം കൊടുത്തല്ലോ തോന്നും. എന്നാൽ നരേന്ദ്രമോദി ഉൾപ്പെടെയുള്ളവരെ സന്തോഷിപ്പിക്കാൻ അവർക്ക് പ്രാധാന്യമുള്ള, അവരെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രത്യേക വിധി അവർ കിട്ടണം എന്നവർക്ക് താല്പര്യമുണ്ടെങ്കിൽ അത്തരം വിധികളെല്ലാം അദ്ദേഹം കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ അദ്ദേഹം കാണിച്ചിട്ടുള്ള കൊലച്ചതി എന്ന് ഞാൻ പറഞ്ഞത് എന്താണ്? 1991 ആരാധനാലയങ്ങൾ സംബന്ധിച്ച നിയമമുണ്ട്. ആ നിയമം എന്താ പറഞ്ഞത്? ആരാധനാലയങ്ങളെ മുൻനിർത്തി രാജ്യത്ത് അന്തഛിദ്രങ്ങളും കലഹങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാവുന്നത് തടയാൻ വേണ്ടി 1991 റിലീജിയസ് പ്ലേസസ് ഓഫ് വർഷിപ്പ് ആക്ട്, മതപരമായ ആരാധനാലയങ്ങളുമായി ബന്ധപ്പെട്ട നിയമം വ്യക്തമാക്കിയത് 1947 ആഗസ്റ്റ് 15 ഒരു ആരാധനാലയത്തിൻ്റെ സ്വഭാവം എന്തായിരുന്നു, ഏത് ആരാധനയാണ് അവിടെ നടന്നിരുന്നത്, അതിനൊരു മാറ്റവും വരുത്താൻ പാടില്ല, അത് തുടരും. എന്നിട്ട് ബാബറി മസ്ജിദിൻ്റെ കാര്യത്തിൽ എക്സെപ്ഷനുമുണ്ട്. കാര്യം അതിൻ്റെ പേരിൽ ഇപ്പം തന്നെ ഒരു തർക്കം നിലനിൽക്കുകയാണ്. ഇപ്പം തന്നെ അത് കോടതിയിൽ വന്നിട്ടുണ്ട്. അതുകൊണ്ട് അത് സംബന്ധിച്ച നിയമം പരിശോധിച്ച കോടതി വിധി ഉണ്ടാവാം. പക്ഷേ മറ്റൊരു ആരാധനാലയത്തിനും 1947 ആഗസ്റ്റ് 15 തൽസ്ഥിതി തുടരും, എല്ലാ ആരാധനാലയങ്ങളുടെയും കാര്യത്തിൽ. ഈ ചന്ദ്രചൂഡ് തന്നെ ബാബറി മസ്ജിദ് അയോധ്യ കേസിലെ വിവാദമായിട്ടുള്ള വിധി പുറപ്പെടുവിച്ച സുപ്രീം കോടതി ബെഞ്ചിലെ ഒരു അംഗമായിരുന്നു ചന്ദ്രചൂഡ് എന്ന് മാത്രമല്ല, ഇപ്പോൾ പിന്നെ വെളിപ്പെട്ടിട്ടുള്ളത് എന്താണ്? ആ വിധിന്യായം എഴുതിയത് തന്നെ ഈ ചന്ദ്രചൂഡാണ് മറ്റുള്ളവർക്ക് വേണ്ടി. അന്നത്തെ ചീഫ് ജസ്റ്റിസ് ഒക്കെ ഉണ്ടായിരുന്നു, പിന്നെ പാർലമെന്റ് മെമ്പറായ ആള്. ആ ചന്ദ്രചൂഡ് എഴുതിയ അയോധ്യ കേസിലെ വിധിയിൽ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. എന്താ? ഈ ആരാധനാലയങ്ങൾ സംബന്ധിച്ച് 1991 നിയമം അത് വളരെ പ്രധാനമാണ്, അത് സംരക്ഷിക്കപ്പെടണം, അത് ലംഘിക്കുന്നത് കുറ്റകരമാണ് എന്നൊക്കെ ഈ ചന്ദ്രചൂഡ് തന്നെ എഴുതി വച്ചിട്ടുണ്ട്. ഇപ്പോൾ ഗ്യാൻ വ്യാപി മസ്ജിദുമായി ബന്ധപ്പെട്ട കേസ് അതേ ചന്ദ്രചൂഡിൻ്റെ മുമ്പിൽ ചെന്നപ്പോൾ ചന്ദ്രചൂഡ് എന്താ പറഞ്ഞതെന്നറിയോ? വളരെ കൗശലപൂർണമായ ഒരു വിധിയാണ് ഈ മാന്യൻ എഴുതിയത്. ആ മാന്യൻ എഴുതിയ വിധിയെ ഞാൻ വൃത്തികെട്ട വിധിയാണ് എന്ന് തന്നെ പറയുക. കോട്ടലക്ഷ്യമാകാൻ വേണം. വൃത്തികെട്ട വിധിയാണെന്ന് സുപ്രീം കോടതി എന്നെ വിളിച്ചാൽ അവിടെ ഞാൻ പറയാൻ ഉദ്ദേശിച്ചു. എന്താ? ഗ്യാൻവാബി പള്ളി, ആ പള്ളിയുടെ താഴെ ഒരു ക്ഷേത്രമുണ്ടായിരുന്നു എന്ന വാദമാണല്ലോ പരാതിക്കാർ ഉന്നയിച്ചിട്ടുള്ളത്. 1991 ആരാധനാലയ സംരക്ഷണ നിയമം അനുസരിച്ച് അങ്ങനെ ഒരു തർക്കം ഉന്നയിക്കാൻ പാടില്ല. ചന്ദ്രചൂഡ് പറഞ്ഞത് എന്താണെന്നറിയോ? ആ ആരാധനാലയങ്ങളുടെ ഒന്നും സ്വഭാവം മാറ്റാൻ പാടില്ല എന്ന 1991 നിയമം ശരി തന്നെയാണ്.
എന്നാൽ ആ ആരാധനാലയത്തിൻ്റെ സ്വഭാവമൊന്നും മാറ്റാൻ വേണ്ടി അല്ലാതെ യഥാർത്ഥത്തിൽ അവിടെ ഒരു ക്ഷേത്രം അതിൻ്റെ അടിയിൽ ഉണ്ടായിരുന്നോ എന്ന് വെറുതെ ഒന്ന് നോക്കാൻ അനുവദിച്ചാൽ കുഴപ്പമുണ്ടോ? ഇല്ല. അതിൻ്റെ അടിയിലൊരു ക്ഷേത്രമുണ്ടോ എന്ന് വെറുതെ ഒന്ന് നോക്കാൻ അന്വേഷിച്ച് ക്ഷേത്രമുണ്ടെന്ന് കണ്ടെത്തിയാൽ പിന്നെ ഞങ്ങളുടെ ജിജ്ഞാസയ്ക്ക് ശമനമുണ്ടായി, ക്ഷേത്രമുണ്ടെന്ന് അറിഞ്ഞല്ലോ, ഇനി പ്രശ്നമൊന്നുമില്ല, ഇവിടെ മസ്ജിദ് തുറന്നോട്ടെ എന്ന് പറയാനാണോ ഈ ക്ഷേത്രം ഉണ്ടോ എന്ന് അന്വേഷിക്കാൻ വരുന്നവർ കേസ് കൊടുത്തിരിക്കുന്നത്? വഞ്ചനാപരമായ വിധിയാണ്. മിസ്റ്റർ ജസ്റ്റിസ് ചന്ദ്രചൂഡ്, നിങ്ങൾ ഇറങ്ങിപ്പോകുന്നതിന് മുമ്പ് ഇന്ത്യയിലെ ഹിന്ദു വർഗീയവാദികൾ ഈ രാജ്യത്ത് വർഗീയ സംഘർഷങ്ങൾ സൃഷ്ടിക്കാൻ തക്കം പാർത്തുകൊണ്ട് കോടതിക്ക് മുമ്പിൽ വന്നപ്പോൾ ഭരണഘടന തൊട്ട് സത്യം ചെയ്ത നിങ്ങൾ ആ സത്യപ്രതിജ്ഞ മറന്നുകൊണ്ടുള്ള വഞ്ചനാപരമായ വിധിയാണ് പുറപ്പെടുവിച്ചിരിക്കുന്നത് എന്ന് പറയാൻ നിർബന്ധിതനായിരിക്കുകയാണ്. കരൺ ഥാപ്പറും ദുഷ്യന്ത് ദാവെ എന്ന പ്രസിദ്ധനായ വലിയ ഭരണഘടനാ മൂല്യങ്ങൾ നെഞ്ചോട് ചേർത്ത് നടക്കുന്ന സുപ്രീം കോടതിയിലെ മുതിർന്ന അഭിഭാഷകനാണ്. സുപ്രീം കോടതി ബാർ കൗൺസിലിന്റെ അധ്യക്ഷനായി തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ള ആളാണ് ദുഷ്യന്ത് ദാവെ. കരൺ ഥാപ്പറുമായി നടന്ന അഭിമുഖത്തിൽ ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ തൊണ്ട ഇടറി. അദ്ദേഹം ഈ ചന്ദ്രചൂഡിൻ്റെ വിധിന്യായത്തെ വിമർശിച്ചിട്ട് പറഞ്ഞു, ഈ വിധി പ്രസ്താവനയോടുകൂടി 1991 ആ നിയമത്തിൻ്റെ സംരക്ഷണം പോയി. ഇനി ഏതെല്ലാം ആരാധനാലയങ്ങളെക്കുറിച്ചുള്ള പരാതിയാണ് വരാൻ പോകുന്നത്? സംഭാലിൽ നടന്ന കുരുതി, അതുപോലുള്ള എത്ര കുരുതികൾ ഇനി ഉണ്ടാവും എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം പറഞ്ഞു, എൻ്റെ സഹോദരന്മാരല്ലേ ഈ കുരുതികളിൽ കൊല ചെയ്യപ്പെടുന്നത്. എൻ്റെ ഭാര്യ എന്നോട് ചോദിക്കാറുണ്ട്, താങ്കൾ എന്തിനാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളിലെല്ലാം വളരെ വിവശനാവുന്നത്? അതെന്തെങ്കിലും ആയിക്കോട്ടെ എന്ന് എൻ്റെ ഭാര്യ എന്നോട് എല്ലാ ദിവസവും പറയാറുണ്ട്. പക്ഷെ എനിക്ക് എൻ്റെ രാജ്യത്തെ എൻ്റെ സഹോദരന്മാരെ മറക്കാൻ കഴിയില്ല. അവരെ വെറുതെ കൊല്ലുകയാണ് വർഗീയ സംഘർഷങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം കണ്ണീരൊഴുക്കിക്കൊണ്ടാണ് ആ അഭിമുഖത്തിൽ ഇന്ത്യയിലെ ഇന്നത്തെ സ്ഥിതിയെക്കുറിച്ച്, ഉത്തരേന്ത്യയിലെ സ്ഥിതിയെക്കുറിച്ച് അദ്ദേഹം സംസാരിച്ചത്. അപ്പം അതുകൊണ്ട് എനിക്ക് നിശ്ചയിച്ച സമയം കഴിഞ്ഞിരിക്കുന്നു. വലിയ ചിട്ടയായിട്ടാണ് 12:30 ഉദ്ഘാടന പ്രസംഗം അവസാനിപ്പിക്കണമെന്നാണ്. അതുകൊണ്ട് അതെന്തുകൊണ്ട് പറഞ്ഞില്ല എല്ലാം ചർച്ച വരികയാണെങ്കിൽ അതിനുള്ള മറുപടി, അതിനുള്ള സമയം തികഞ്ഞില്ല എന്നുള്ളത് കൊണ്ടാണ്. വേറെയും കുറേ പോയിന്റുകൾ പറയാൻ വേണ്ടി ഉദ്ദേശിക്കുന്നു. പക്ഷെ നമ്മുടെ രാജ്യം വളരെ അപകടകരമായ ഒരു അവസ്ഥയിലേക്ക് ഫാസിസ്റ്റ് സ്വഭാവമുള്ള RSS നിയന്ത്രിക്കുന്ന മോഡി ഭരണത്തിന് കീഴിൽ വഴുതി നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഭരണഘടനാ സ്ഥാപനങ്ങളെ മുഴുവൻ വരുതിയിലാക്കാൻ ഇവർ ശ്രമിക്കുന്നു. കോടതിയെ, തെരഞ്ഞെടുപ്പ് കമ്മീഷനെ, കേന്ദ്ര അന്വേഷണ ഏജൻസികളെ, സൈന്യത്തെ. അതുകൊണ്ട് ഇതിനെതിരായിട്ടുള്ള പോരാട്ടം ഇപ്പം ഇടയ്ക്ക് നിർത്തിവെക്കും, അന്നേരം കൊടുക്കാം, അതാണല്ലേ. എനിക്കും അതൊന്ന് കിട്ടിയാൽ കൊള്ളാവുന്നുണ്ട്, പക്ഷെ തൽക്കാലം വേണ്ട, വെച്ചോ, ഇവിടെ വെച്ചോ. അപ്പോൾ രാജ്യം വലിയൊരു ഭീഷണിയിലാണ്. നമ്മുടെ രാജ്യം എന്തും ചെയ്യാൻ മടിയില്ലാത്തവർ, നിയമലംഘനം നടത്താൻ ഒരു മടിയുമില്ലാത്ത ഒരു പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും ഒരു മന്ത്രിസഭയുമാണ്. മുണ്ടക്കൈയിലും ചൂരൽമലയിലും എല്ലാം വന്നില്ലേ? കുഞ്ഞുങ്ങളെയൊക്കെ എടുത്ത് മടി വെച്ചില്ലേ ഈ പ്രധാനമന്ത്രി? എത്ര വഞ്ചനാപരമായ സമീപനമാണ്! മനുഷ്യത്വമില്ലാത്ത ഒരു നവഫാസിസ്റ്റ് ഗവൺമെന്റായി മാറുന്നു മോഡിയുടെ കീഴിലുള്ള കേന്ദ്ര ഭരണം. ബിജെപിയുടെ ഭൂരിപക്ഷം നഷ്ടപ്പെടുത്തുന്ന പ്രഹരം കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ജനങ്ങൾ നൽകിയെങ്കിലും അതിൽ നിന്ന് പാഠം പഠിക്കാനല്ല, വർഗീയ വികാരമിളക്കിവിട്ട് നഷ്ടപ്പെട്ടു പോയ ജനപിന്തുണ നേടിയെടുക്കാൻ പറ്റുമോ എന്നാണ് അവർ നോക്കുന്നത്. പൂർത്തിയാകാത്ത രാമക്ഷേത്രത്തിന്റെ ഉദ്ഘാടന ചടങ്ങ് സംഘടിപ്പിച്ചുകൊണ്ട് ഇന്ത്യയിലാകെ 400 സീറ്റ് നേടാനുള്ള ഒരു തുറുപ്പ് ചീട്ടയായി ദാ ഞങ്ങൾ രാമക്ഷേത്രം, പൂർത്തിയാകാത്ത രാമക്ഷേത്രമാണ് ഉദ്ഘാടനം ചെയ്തതെങ്കിലും ദാ ഞങ്ങൾ വാഗ്ദാനം പാലിച്ചില്ലേ എന്ന് പറഞ്ഞപ്പോൾ ജനങ്ങൾ
ആ രാമക്ഷേത്രം നിൽക്കുന്ന അയോധ്യയിൽ BJP തോൽപ്പിച്ചു കൊടുത്തു. സമാജ്വാദി പാർട്ടി സ്ഥാനാർത്ഥിയെ, അതും ദളിത് വിഭാഗത്തിൽപ്പെട്ട സ്ഥാനാർത്ഥിയെ അവിടെ വിജയിപ്പിച്ചുകൊണ്ട്. അപ്പൊ ജനങ്ങളിൽ നിൽക്കുന്ന ജനാധിപത്യ ബോധത്തോടു കൂടിയിട്ടുള്ള പ്രഹരങ്ങൾ RSSനെയും BJPയെയും കൂടുതൽ ഫാസിസ്റ്റിക്കായിട്ടുള്ള പാതയിലേക്ക് പോകാനാണ് പ്രേരിപ്പിക്കുന്നത്. അതിൻ്റെ ഗൗരവം മനസ്സിലാക്കാനുള്ള രാഷ്ട്രീയ ബോധമോ കെൽപ്പോ ഇല്ലാത്ത ഒരു നേതൃത്വമായി ആരാണ് ഇന്നത്തെ ലോക്സഭയിലെ പ്രതിപക്ഷം എന്ന് പറയുന്ന ആ പാർട്ടിയുടെ നേതൃത്വം. ഈ സാഹചര്യത്തിൻ്റെ ഗൗരവം മനസ്സിലാക്കിക്കൊണ്ട് അതിനെതിരായിട്ടുള്ള ഒരു ബഹുജന അണിനിരത്തലിനുള്ള ശേഷിയില്ലാത്തവരായി പോയിരിക്കുന്നു. ഹരിയാന നിയമസഭാ തെരഞ്ഞെടുപ്പിലും മഹാരാഷ്ട്ര നിയമസഭാ തെരഞ്ഞെടുപ്പിലുമെല്ലാം ഈ ഫാസിസ്റ്റിക് കൂട്ടുകെട്ടിനെ തോൽപ്പിക്കാനുള്ള സാധ്യതകൾ ഉണ്ടായിരുന്നപ്പോഴും വിജയത്തിൻ്റെ വക്കിൽ നിന്നും പരാജയം പിടിച്ചു വാങ്ങുന്ന ഒരു ടീമായിട്ട് നമ്മുടെ കേരളത്തിൽ നിന്നുള്ള ഒരു MPയും ഈ നേതൃത്വത്തിൻ്റെ ഭാഗമായതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. വയനാട് MPയും ഈ ടീമിൻ്റെ ഭാഗമാണല്ലോ. അവർ ഇന്ന് ഇന്ത്യൻ രാഷ്ട്രീയം ആവശ്യപ്പെടുന്ന മതേതര ജനാധിപത്യ ശക്തികളുടെ കൂട്ടായ്മയുടെ പോരാട്ടത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിനുള്ള അവരുടെ പ്രാപ്തിയെക്കുറിച്ചുള്ള സംശയങ്ങൾ ജനങ്ങളുടെ മുമ്പിൽ ഉയരുന്ന ഒരു സാഹചര്യമാണുള്ളത്. ഈ ശക്തികളെ തെരഞ്ഞെടുപ്പിൽ തോൽപ്പിക്കാൻ കഴിയും എന്ന് നമ്മൾ ഈ അയോധ്യയിലെ അവരുടെ തോൽവിയിൽ നിന്ന് തന്നെ തെളിയുന്നുണ്ട്. പക്ഷെ തെരഞ്ഞെടുപ്പിൽ അവരെ തോൽപ്പിക്കുക എന്നുള്ളത് മാത്രമല്ല നമ്മളുടെ കടമ. ഇവർ നമ്മുടെ രാഷ്ട്രത്തിൻ്റെ സെല്ലുകളിൽ, കോശങ്ങളിൽ, നമ്മുടെ രാജ്യത്തിൻ്റെ കോശങ്ങളിൽ, നാഡീഞരമ്പുകളിൽ നിക്ഷേപിച്ചിട്ടുള്ള വർഗീയതയുടെ വിഷബീജങ്ങളെ അവിടെ നിന്ന് ഊറ്റിക്കളയാനുള്ള പ്രവർത്തനം, അത് ദീർഘമായൊരു പ്രവർത്തനമാണ്. അതൊരു സാംസ്കാരിക പോരാട്ടമാണ്, രാഷ്ട്രീയമായ പോരാട്ടമാണ്. നമ്മുടെ രാജ്യത്തെ ഡീറ്റോക്സിഫൈ ചെയ്യാൻ, രാജ്യത്തിൻ്റെ കോശങ്ങളിൽ നിന്ന് ഈ വിഷബീജങ്ങളെ വലിച്ചു കളയുവാൻ, ആ പോരാട്ടം നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയണമെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനവും ഇടതുപക്ഷ പ്രസ്ഥാനവും ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഇടപെടൽ ശേഷിയുള്ള ശക്തികളായിട്ട് വളരണം. ഇന്ന് നമുക്ക് ബലഹീനതകളുണ്ട്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കും ഇടതുപക്ഷത്തിനും ഇന്ന് ഇന്ത്യയിലുള്ള ബലഹീനതകൾ ക്കുന്നതിന് ഏറ്റവും കൂടുതൽ സംഭാവന നൽകാൻ കഴിയേണ്ടത് കേരളത്തിൽ നിന്നാണ്. കേരളത്തിന് ആ സംഭാവന നൽകാൻ ഏറ്റവും കൂടുതൽ കഴിയുന്ന ഒരു ജില്ല കൊല്ലം ജില്ലയാണ്. എല്ലാ അർത്ഥത്തിലും കൊല്ലം ജില്ലയ്ക്ക് ആ സംഭാവന നൽകാൻ കഴിഞ്ഞിട്ടുണ്ടോ? ചില തെരഞ്ഞെടുപ്പുകൾ ജയിക്കാവുന്ന ചില തെരഞ്ഞെടുപ്പുകൾ നമ്മൾ തോൽക്കുന്നില്ലേ? അപ്പൊ അത്തരം ബലഹീനതകൾ കൂടി തിരുത്താനുള്ള ശേഷി സംഘടനാപരമായും രാഷ്ട്രീയമായും സൈദ്ധാന്തികമായും നമുക്കുണ്ടാവണം. അത്തരത്തിൽ കൊല്ലം ജില്ലയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ കൂടുതൽ കരുത്തുറ്റ ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്തായിരിക്കണമോ അങ്ങനെ ആയിരിക്കുന്നതിന് എവിടെങ്കിലും എന്തെങ്കിലും പോരായ്മകൾ ഉണ്ടെങ്കിൽ അതുകൂടി തിരുത്തി ബലിഷ്ഠമായ ഒരു തൊഴിലാളി വർഗ വിപ്ലവ പ്രസ്ഥാനമായി ജനങ്ങളുമായി ഉറ്റബന്ധമുള്ള ഒരു ബഹുജന പ്രവർത്തന പാത പിന്തുടരുന്ന പ്രസ്ഥാനമായി കൊല്ലം ജില്ലയിലെ പാർട്ടി ഘടകത്തെ മാറ്റാൻ ഇവിടെ നടക്കുന്ന ഗൗരവപൂർണമായ ചർച്ചയിലൂടെ നമുക്ക് കഴിയണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. അഭിവാദനങ്ങൾ.